നമസ്കാരം. രണ്ടായിരത്തി ഒരു വൈകുന്നേരം ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് മുംബൈയിലേക്ക് പോവുകയാണ്. ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ വിൻഡോ സീറ്റിലിരിക്കുന്ന മരിയ സൂസരാജ് വല്ലാത്തൊരു പ്രതീക്ഷയോടുകൂടി പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവളിത് രണ്ടാമത്തെ തവണയാണ് മുംബൈയിലേക്ക് പറക്കുന്നത്. മൈസൂരിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന സൂസരാജിന്റെ മകളാണ് മരിയ സൂസരാജ്. കന്നഡയിൽ 2-3 സിനിമകളിൽ അവൾ അഭിനയിച്ചിട്ടുണ്ട്. കുറെ അഡ്വർടൈസ്മെന്റിലും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ കന്നഡ സിനിമയിൽ അവൾക്കങ്ങോട്ട് വേരുറപ്പിക്കാൻ പറ്റുന്നില്ല. തനിക്ക് കുറെ കൂടി നല്ല രീതിയിൽ വേരുറപ്പിക്കാൻ കഴിയുക ബോളിവുഡിലാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് മരിയ സൂസരാജ് മുംബൈയിലേക്ക് തിരിച്ചിരിക്കുന്നത്. അവളുടെ തൊട്ടടുത്ത് ഏകദേശം ഒരു 60 വയസ്സ് പ്രായമുള്ള ഒരാളിരിപ്പുണ്ട്. പണമുള്ള ആളുകളെ പരിചയപ്പെടാൻ വല്ലാത്തൊരു നേക്ക് മരിയയ്ക്കുണ്ട്. തന്റെ അടുത്തിരിക്കുന്ന ആള് മുംബൈക്കാരനാണെങ്കിൽ പരിചയപ്പെട്ടിരിക്കുന്നത് ഗുണം ചെയ്യുമെന്നൊരു തോന്നൽ മരിയയ്ക്ക് ഉണ്ടായിരുന്നു. അവിടെ അടുത്തേക്ക് ഒരു എയർ ഹോസ്റ്റസ് എത്തി. മാഡം, വെജ് വേണോ നോൺ വെജ് വേണോ? എനിക്ക് നോൺ വെജ് മതി. മരിയ അത് പറഞ്ഞതും അടുത്തിരുന്ന ആള് എയർ ഹോസ്റ്റസിനോട് പറഞ്ഞു, എനിക്ക് വെജ് മതി. അത് കേട്ടതും മരിയ അയാളോട് പറഞ്ഞു, സാർ, ഞാൻ നോൺ വെജ് കഴിക്കുന്നത് സാറിന് ബുദ്ധിമുട്ടാവുമെങ്കിൽ ഞാനും വെജ് കഴിക്കാം. അടുത്തിരുന്ന സുന്ദരി അങ്ങനെ പറഞ്ഞപ്പോ ആ മനുഷ്യന് ഒരു കൗതുകം തോന്നി. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് മരിയോട് പറഞ്ഞു, ഏയ് അതൊന്നും വേണ്ട, ഇതൊക്കെ സ്ഥിര സംഭവമല്ലേ. ആ എയർ ഹോസ്റ്റസ് മൂവി തുടങ്ങിയതും അവർ പതുക്കെ സംസാരിച്ചു തുടങ്ങി. മരിയ ഒരു പ്രതീക്ഷയോടുകൂടി അയാൾ സംസാരിച്ചു വന്നപ്പോഴാണ് മരിയ മനസ്സിലാക്കുന്നത് അയാൾ ഒരു അമേരിക്കൻ സിറ്റിസൺ ആണെന്ന്. അയാൾ US പോകാനായിട്ട് മുംബൈയിലേക്ക് യാത്ര ചെയ്യുന്നതാണ്. മരിയ ആരാണെന്ന് അയാൾ തിരക്കിയപ്പോ മരിയ ഒരു സിനിമാ താരമാണെന്നും മുംബൈയിലേക്ക് പറിച്ചു തരാനാണ് അവൾ ശ്രമിക്കുന്നതെന്നും അവൾ അയാളോട് പറയുകയും ചെയ്തു. അയാൾ മുംബൈക്കാരനല്ല എന്ന് മനസ്സിലാക്കിയതും മരിയ അയാളോട് സംസാരിക്കുന്നത് സാവധാനം നിർത്തി. അവൾ അവളുടെ ചെവിയിലേക്ക് ഇയർഫോൺ അങ്ങ് എടുത്തു വെച്ചു. മരിയയുടെ ഒരു രീതി അതാണ്. മരിയയ്ക്ക് ഗുണമില്ലാത്ത ഒരാളോട് അധികം സംസാരിക്കാൻ മരിയ സ്വാഭാവികമായും ശ്രമിക്കാറില്ല. മുംബൈയിൽ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ ആ മധ്യവയസ്കൻ മരിയയെ കൈയോർത്തി കാണിച്ചെങ്കിലും മരിയ അത് മൈൻഡ് പോലും ചെയ്യാതെ പുറത്തേക്ക് പോവുകയാണ്. അവൾ വരുന്ന മൈസൂറിൽ അവളുടെ വീടിരിക്കുന്ന ഭാഗം ക്രിസ്ത്യൻ ബെൽറ്റ് ആണ്. അവിടെയുള്ള ആളുകൾക്കൊക്കെ എല്ലാവരും പരസ്പരം അറിയാം. അവൾ വന്നിറങ്ങിയിരിക്കുന്ന മഹാനഗരമായ മുംബൈയിൽ ആർക്കും ആരെയും അറിയില്ല എന്നതാണ് സത്യം. അവളുടെ ലക്ഷ്യം പരമാവധി ഓഡിഷന് പങ്കെടുക്കുക എന്നുള്ളതാണ്. മരിയ മൈസൂറിൽ വെച്ച് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചിരുന്നു. ആ ഹോട്ടലിലേക്കാണ് എയർപോർട്ടിൽ നിന്ന് അവൾ എത്തിയത്. ആ ഹോട്ടലിൽ എത്തുമ്പോഴാണ് അവൾക്ക് കഥ മനസ്സിലാവുന്നത്. ഓൺലൈനിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ പോലെയൊന്നും അവിടെ സംഭവമൊന്നുമില്ല. പക്ഷേ ഒരു ഗുണമുള്ളത്, ആ ഹോട്ടലിന് വളരെ അടുത്ത് അനവധി സ്റ്റുഡിയോകളുണ്ട്. അവൾ ആ ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് പിറ്റേ ദിവസം മുതൽ അവളുടെ വേട്ട ആരംഭിച്ചു. സകല സ്റ്റുഡിയോയിലും അവൾ ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും സ്റ്റുഡിയോയിൽ TV സീരിയലുകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയോ ഓഡിഷൻ നടക്കുന്നു പറഞ്ഞാൽ അവിടെ മരിയ ഓടിയെത്തും. മരിയ ആ ഓഡിഷനിൽ അവർ പറയുന്ന പോലെയൊക്കെ ചെയ്യും. പക്ഷേ മാസം 2 ഏകദേശം 20ഓളം ഓഡിഷൻ കഴിഞ്ഞിട്ടും മരിയയ്ക്ക് ഒരു ചാൻസും കിട്ടിയില്ല. മരിയ ഓഡിഷൻ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ മിക്കവാറും എല്ലാ ദിവസവും മരിയയെ ഒരാൾ വിളിക്കും. അത് ജെറോം മാത്യു ആണ്. ജെറോം മാത്യുവിനെ മരിയ പരിചയപ്പെട്ടത് 2007 അന്നത്തെ സോഷ്യൽ മീഡിയ തരംഗമായ ഓർക്കുട്ട് വഴിയാണ് ജെറോമിനെ മരിയ പരിചയപ്പെട്ടത്. മരിയയുടെ സഹോദരിയാണ് യഥാർത്ഥത്തിൽ ജെറോമിനെ മരിയയ്ക്ക് പരിചയപ്പെടുത്തുന്നത്. പക്ഷെ ആ പരിചയം ശരിക്കും അങ്ങ് വളർന്നിരുന്നു. ജെറോം കേരളത്തിലെ വയനാട്ടിലുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബാംഗമാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം നേവിയിൽ ലഫ്റ്റനന്റായി വർക്ക് ചെയ്യുന്ന ആളാണ് ജെറോം. ജെറോം കാണാനും അടിപൊളിയാണ്, സുന്ദരനാണ്, വെൽ ബിൽറ്റ് ബോഡിയാണ്. ജെറോമിനെ കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്നു പോകും. ആ സുന്ദരനായ ജെറോമുമായി പെട്ടെന്ന് തന്നെ മരിയ അടുപ്പത്തിലായിരുന്നു. ജെറോമിനാണെങ്കിൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ സിനിമാ താരമായ മരിയ ഒരു വല്ലാത്തൊരു പൊസസീവായ കഥാപാത്രമാണ്. താൻ സിനിമാ താരം മരിയ സുസൈരാജിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയാൻ ജെറോമിന് ശരിക്കും ഒരു ഇഷ്ടമാണ്. ശരിക്കും അയാൾ മരിയയെ ഒരു ട്രോഫി ആയിട്ടാണ് കാണുന്നത്. വീട്ടിലെ ഷോക്കേസിൽ എല്ലാരും കാണക്കെ വെക്കാൻ കഴിയുന്ന ഒരു ട്രോഫി. ആ ഒരു ശൈലിയിലുള്ള ഒരു ഇഷ്ടം മരിയോട് ജെറോമിനുണ്ട്. വല്ലാത്തൊരു പൊസസീവ്നെസ് ജെറോമിന് മരിയോട് ഉള്ളപ്പോഴാണ് മരിയ ജെറോമിനോട് പറഞ്ഞിട്ട് തന്നെ മുംബൈയിലേക്ക് സിനിമ ഓഡിഷന് വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ജെറോം മരിയെ വിളിക്കുന്നത്. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നോറും മരിയയ്ക്ക് ഓഡിഷനിൽ വിജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം ജെറോമിന് അറിയാം. ജെറോം അതുകൊണ്ട് തന്നെ മരിയെ ആശ്വസിപ്പിക്കാറുണ്ട്. ഒരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല, ഇനി ഓഡിഷനിൽ വിജയിക്കാൻ പറ്റിയില്ല എന്ന് വെച്ച് വിഷമിക്കേണ്ട, തിരിച്ചു വന്നാൽ മതി എന്ന്
ജെറോം കൂടെ മരിയോട് പറയും. പക്ഷെ മരിയയുടെ ഉള്ളിൽ ഒരു കലാകാരിയുണ്ട്. അവൾക്ക് ബോളിവുഡിൽ അവളുടേതായ ഒരു സ്ഥാനം ഉണ്ടെന്ന് തന്നെയാണ് അവളുടെ വിശ്വാസം. ആ സ്ഥാനം എപ്പോ എന്ന് എങ്ങനെ മരിയയിലേക്ക് വരുമെന്ന് മാത്രം മരിയക്ക് അറിയത്തില്ല. മരിയയുടെ മനസ്സ് വല്ലാതെ കലുഷിതമാണ്. അവൾ മുംബൈയിൽ എത്തിയിട്ട് ഏകദേശം 4 മാസമായിരിക്കുകയാണ്. ഇതുവരെയും അവൾക്ക് ഒരു റോളും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ റോള് കിട്ടുന്നതിന് വേണ്ടി ഓഡിഷന് പോകുന്നതിനിടയിൽ അവൾ ഒരു ചെറുപ്പക്കാരനെ ഇതിനിടയിൽ പരിചയപ്പെട്ടിരുന്നു. ഒരു നീരജ് ഗ്രോവർ. അയാൾ ഒരു TV പ്രോഗ്രാമിന്റെ പ്രൊഡക്ഷൻ ചാർജ് വഹിക്കുന്ന ആളുമാണ്. ഉത്തർപ്രദേശുകാരനാണ്. അയാളും ഏകദേശം മരിയയുടെ അതേ പ്രായത്തിലുള്ളവനാണ്. നീരജിനെ കാണുമ്പോഴൊക്കെ മരിയ നീരജിനോട് അവളുടെ മനസ്സിലുള്ള സങ്കടം സൂചിപ്പിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു സീരിയലിലേക്ക് അല്ലെങ്കിൽ സിനിമയിലേക്ക് ഒരു റോള് സംഘടിപ്പിച്ചു കൊടുക്കണമെന്ന് മരിയ നിരന്തരം നീരജിനോട് ആവശ്യപ്പെട്ടപ്പോൾ നീരജ് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയായിരുന്ന സീരിയലിൽ ദ്രൗപദിയുടെ വേഷം മരിയയ്ക്ക് കൊടുക്കാമെന്ന് അവളോട് സമ്മതിച്ചു. നീരജ് വർക്ക് ചെയ്യുന്ന കമ്പനി അത്തരം ഒരു സീരിയൽ ചെയ്യാൻ പോകുന്നുവെന്നാണ് നീരജ് മരിയോട് പറഞ്ഞത്. ശരിക്കും നീരജ് ഗ്രോവർ ഒരു പ്രത്യേകതയുള്ള കഥാപാത്രമാണ്. മുംബൈയിലെ ഫിലിം ഇൻഡസ്ട്രിയും ടെലിവിഷൻ ഇൻഡസ്ട്രിയും ഒരുപാട് മോഹങ്ങളുമായി എത്തുന്ന ആളുകളുടെ ഒരു സ്വപ്നമാണ്. ആണും പെണ്ണും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടേക്ക് ഒഴുകിയെത്താറുണ്ട്. അങ്ങനെ ഒഴുകിയെത്തുന്നതിൽ പലരും എങ്ങുമെത്താതെ അവസാനിക്കുകയും ചെയ്യും. എന്നാലും ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. പണ്ട് മദ്രാസിലേക്ക് സിനിമാ മോഹവുമായി ആളുകൾ ചെക്കേറുന്നത് പോലെ മുംബൈയിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകി വരും. അവരെ സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിക്കാനും ഓഡിഷന് റെഡിയാക്കാനും ആക്ടിങ് പഠിപ്പിക്കാനുമുള്ള അനവധി സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ നീരജിന് നല്ല ബന്ധമാണ്. നീരജ് അങ്ങനെ അവിടെ എത്തുന്ന പല പെൺപിള്ളരെയും അയാളുടെ ഗേൾഫ്രണ്ടാക്കി മാറ്റാറുണ്ട്. ശരിക്കും ഒരു കാസിനോവ, അങ്ങനെ നമുക്ക് നീരജ് ഗ്രോവറിനെ വിളിക്കാൻ പറ്റും. ആ കാസിനോവയോടാണ് മരിയ എന്ന കന്നഡ സിനിമാ താരം എങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് സൂചിപ്പിച്ചത്. മരിയയുടെ ആവശ്യത്തോട് ആദ്യം നീരജ് വലിയ പരിഗണനയൊന്നും കാണിച്ചില്ല എന്ന് മരിയയ്ക്ക് തോന്നുന്ന ശൈലിയിൽ നീരജ് അയാളുടെ പ്രകടനം നടത്തുകയും ചെയ്തു. പക്ഷെ നീരജ് നല്ലൊരു അഭിനേതാവാണ്. നീരജ് മരിയെ പതുക്കെ അയാളിലേക്ക് അടുപ്പിക്കാനുള്ള ചില നടപടികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ഫെബ്രുവരി അവസാനിച്ചപ്പോൾ മരിയയുടെ കയ്യിലുള്ള കാശെല്ലാം തീർന്നു. കുറച്ച് കാശ് സംഘടിപ്പിക്കാനായി അവൾ മുംബൈയിൽ നിന്ന് മൈസൂരിലേക്ക് തിരിക്കുന്നത് 2008 മാർച്ചിലാണ്. വീട്ടിൽ അവളെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുമില്ല. അവളുടെ അച്ഛൻ ഒരു റിയൽ എസ്റ്റേറ്റ് ടൈക്കൂൺ തന്നെയാണ്. ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന് മകളുടെ കയ്യിലേക്ക് പണം എത്തിച്ചു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മകളുടെ വിഷമാവസ്ഥയിൽ അവളോട് അവളുടെ വീട്ടുകാർ ആ കാര്യം പറയുകയും ചെയ്തു. ഒരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല, സിനിമയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിനക്ക് ജീവിക്കാൻ അതിനൊന്നും ആവശ്യമില്ല എന്ന് അവർ മരിയോട് പറയുകയും ചെയ്തതാണ്. അതേ സംഭവം തന്നെ മരിയയുമായി വിവാഹ നിശ്ചയത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന ജെറോം മാത്യു പറഞ്ഞു. ജെറോം മാത്യു ഈ സമയത്ത് കൊച്ചി നേവൽ ഷിപ്പ്യാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. ജെറോം മാത്യു ആ നേവൽ യാർഡിൽ എല്ലാവരുടെയും ആരാധന പിടിച്ചുപറ്റുന്ന കഥാപാത്രമാണ്. ആളുകളോട് മാന്യമായി സംസാരിക്കുന്ന, ശരിക്കും നല്ല പെരുമാറ്റത്തിനുടമയായ ജെറോം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. ജെറോമും മരിയയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്താൻ ഏതാണ്ട് 2 വീട്ടുകാരും തത്വത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ്. മരിയ ആ കാരണം കൊണ്ട് കൂടിയാണ് മുംബൈയിൽ നിന്ന് മൈസൂരിലേക്ക് മടങ്ങിയത്. മുംബൈയിൽ നിന്ന് കൂടുതൽ പണം സംഘടിപ്പിക്കാനായിട്ടാണ് മൈസൂരിലേക്ക് വന്നതെങ്കിലും വരുമ്പോ മരിയയ്ക്ക് ആ കാര്യം അറിയാം, തനിക്കിനി മുംബൈയിൽ വലിയ സാധ്യതയൊന്നുമില്ല. ആ ഒരു വിശ്വാസത്തോടു കൂടി മൈസൂരിൽ അവളുടെ വീട്ടിൽ റിയൽ എസ്റ്റേറ്റ് ആക്ടിവിറ്റീസിൽ സഹകരിക്കാനായി മരിയ തീരുമാനിക്കുന്ന ആ സമയത്താണ് 2008 ഏപ്രിൽ 28 മരിയയ്ക്ക് ഒരു കോള് വരുന്നത്. ആ കോള് വിളിച്ചത് സാക്ഷാൽ നീരജ് ഗ്രോവറാണ്. അയാൾ വളരെ ആവേശത്തോടു കൂടി മരിയോട് ആ കാര്യം പറഞ്ഞു. അവൻ മരിയോട് നേരത്തെ സൂചിപ്പിച്ചിരുന്ന മഹാഭാരതം സീരിയലിലേക്ക് മരിയെ എടുക്കാൻ തീരുമാനമായി എന്നുള്ള കാര്യമാണ് അവൻ മരിയെ അറിയിച്ചത്. ആ തീരുമാനം നടപ്പിലാക്കാനായി അവൾ എത്രയും പെട്ടെന്ന് മുംബൈയിൽ എത്തണമെന്നും നീരജ് ഗ്രോവർ മരിയോട് ആവശ്യപ്പെട്ടു. നീരജ് ഗ്രോവറിന്റെ ആവശ്യമനുസരിച്ച് ഏപ്രിൽ 29 മരിയ ബാംഗ്ലൂരിൽ നിന്ന് വീണ്ടും മുംബൈയിലേക്ക് തിരിച്ചു. അവളുടെ 3ാമത്തെ മുംബൈ യാത്രയാണ്. 2005 ആദ്യമായി അവൾ ചെല്ലുന്നത് ഡാൻസ് പഠിക്കാനാണ്. ഏകദേശം ഒരു 3 മാസക്കാലം സിനിമാറ്റിക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനായി മരിയ മുംബൈ താമസിച്ചിരുന്നു. അതിനുശേഷം 2007 അവൾ മുംബൈ പോയത്. ഏകദേശം ഒരു 4-5 മാസം മുംബൈയിൽ തങ്ങിയതിനു ശേഷമാണ് അവൾ മൈസൂരിലേക്ക് മടങ്ങി വന്നതും ഇപ്പൊ ഇതാ 3ാം തവണ വീണ്ടും മുംബൈയിൽ എത്തുകയാണ്. 3ാമത്തെ തവണ മുംബൈയിലെത്തിയ മരിയെ സ്വീകരിക്കാനായി നീരജ് തന്നെ എത്തി. നീരജിനെ കണ്ടപ്പോൾ മരിയയ്ക്ക് ശരിക്കും സന്തോഷം. നീരജ് ഗ്രോവർ അവൾക്ക് ലഭിക്കാൻ പോകുന്ന റോളിനെ കുറിച്ച് വളരെ വാചാലമായി മരിയോട് സംസാരിച്ചു. എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നീരജ് മരിയെ
അയാളുടെ കാറിലേക്ക് കയറ്റിയത്. പക്ഷെ എത്തിച്ചത് അയാളുടെ ഫ്ലാറ്റിലാണ്. നീരജിന്റെ ഫ്ലാറ്റിന് മുന്നിൽ വാഹനം നിർത്തിയതും നീരജ് മരിയോട് പറഞ്ഞു, മരിയ, ഹോട്ടലിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്റെ ഫ്ലാറ്റിലൊന്ന് കയറാം. നീരജ് വലിയ ഓപ്പർച്യൂണിറ്റിയാണ് മരിയയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരിയ നീരജിനൊപ്പം അയാളുടെ ഫ്ലാറ്റിലേക്ക് കയറി. ഫ്ലാറ്റിലെത്തി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിയ നീരജിനോട് പറഞ്ഞു, നീരജ്, സമയം വൈകുകയാണ്, എനിക്ക് ഏതെങ്കിലും ഹോട്ടൽ കണ്ടുപിടിച്ചേ പറ്റൂ. ഹേയ് മരിയ, ഈ രാത്രി എന്തിനാണ് എനിക്ക് ഹോട്ടൽ കണ്ടുപിടിക്കുന്നത്? ഈ രാത്രി ഇവിടെ തങ്ങാം, നാളെ പകല് നമുക്ക് ഒന്നിച്ച് ഹോട്ടൽ കണ്ടുപിടിക്കും. അങ്ങനെ മരിയയോട് നീരജ് പറഞ്ഞപ്പോൾ മരിയ പിന്നെ എതിർത്ത അഭിപ്രായമൊന്നും പറഞ്ഞില്ല. മരിയ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു ഒറ്റമുറി ഫ്ലാറ്റിലാണ്. ശരിക്കും ഒരു സിറ്റ് ഔട്ടും ബെഡ്റൂമും കിച്ചണും മാത്രമുള്ള ഒറ്റമുറി ഫ്ലാറ്റ്. ആ ഒറ്റമുറി ഫ്ലാറ്റിലെ കട്ടിലിൽ നീരജിനൊപ്പം അന്ന് കിടക്കാൻ മരിയ അവസാനം തയ്യാറാക്കേണ്ടി വന്നു. ആ കട്ടിലിൽ കിടക്കേണ്ടി വന്നപ്പോൾ തന്നെ മരിയയ്ക്ക് കഥയുടെ പോക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. നീരജ് ബോധപൂർവം അവൾ അവിടെ എത്തിച്ചാണെന്ന് അവൾക്കറിയാം. അവൾ നേരത്തെ ജെറോം മാത്യുവുമായി പരിചയപ്പെടുന്നതിന് മുന്നേ പല ആളുകളുമായി കണക്ഷൻ ഉള്ള ആളാണ്. ഒരു ബന്ധവും അധിക നാള് കൂടെ കൊണ്ടുപോകുന്ന പതിവ് മരിയയ്ക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ കാൽക്കുലേറ്റ് ചെയ്താണ് മരിയ ഓരോ കാര്യങ്ങളും ചെയ്യുക. ഇവിടെ മരിയയുടെ ലക്ഷ്യം നീരജിന്റെ കണക്ഷൻസ് ആണ്. നീരജ് ഒരു TV പ്രൊഡക്ഷൻ ഹൗസിലാണ് വർക്ക് ചെയ്യുന്നത്. നീരജിന് ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനികളുമായി ബന്ധമുണ്ട്, വൻ താരങ്ങളുമായി ബന്ധമുണ്ട്, വൻ സംവിധായകരുമായി ബന്ധമുണ്ട്, നിർമ്മാതാക്കളുമായിട്ടും ബന്ധമുണ്ട്. ആ ബന്ധങ്ങളിലൊക്കെ മരിയ എത്തിക്കാൻ നീരജിന് എളുപ്പം പറ്റുമെന്ന് മരിയയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മരിയ നീരജിന്റെ ആവശ്യപ്രകാരം ആ ഫ്ലാറ്റിൽ അന്നങ്ങ് തങ്ങിയായിരുന്നു. ആ തങ്ങൽ സ്വാഭാവികമായിട്ടും അവർ തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിച്ചു. നീരജ് ഗ്രോവർ ആണെങ്കിൽ ശരിക്കും പ്ലാൻ ചെയ്ത് ഇതുപോലെ സുന്ദരികളായ യുവതികളെ അയാളെ ഫ്ലാറ്റിൽ കൊണ്ടുവരുന്ന ഒരു പതിവുള്ളവനാണ്. ഇവിടെ 6-7 മാസത്തെ ബോധപൂർവമായ ഒരു കെണിയൊരുക്കലിന്റെ അവസാനമാണ് മരിയ എന്ന സിനിമാ താരം അയാളുടെ ഫ്ലാറ്റിൽ എത്തിയിരിക്കുന്നത്. അയാൾ മരിയയ്ക്കൊപ്പം ആ ബെഡിൽ അങ്ങനെ ഉറങ്ങുമ്പോൾ ആ സമയത്താണ് ഒരു ഫോൺ കോൾ മരിയയ്ക്ക് വരുന്നത്. ഫോൺ വിളിച്ചത് സാക്ഷൽ ജെറോം മാത്യു ആണ്. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് മരിയെ ഫോൺ വിളിക്കുന്ന പതിവ് ജെറോമിനുണ്ട്. ജെറോമാണ് ഫോണിൽ നിന്ന് കണ്ടതും മരിയ കട്ടിൽ നിന്ന് എണീറ്റ് പുറത്തെ മുറിയിൽ വന്ന് ജെറോമിനോട് കുറെ നേരം സംസാരിച്ചു. സംസാരം കഴിഞ്ഞിട്ട് തിരിച്ച് അകത്ത മുറിയിലേക്ക് വരുമ്പോൾ നീരജ് മരിയോട് ആരാണ് ഫോൺ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ മരിയ പറഞ്ഞത് അവളുടെ ഒരു സുഹൃത്താണെന്നാണ്. അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് അവളെ വിളിച്ചതെന്നുള്ള കാര്യം അവൾ നീരജിനോട് പറഞ്ഞതേയില്ല. എന്തായാലും ആ നിമിഷം മുതൽ മരിയയ്ക്ക് 2 കാമുകന്മാർ ഉണ്ടാവുകയാണ്. ഒരു ഭാഗത്ത് ജെറോം മാത്യു എന്ന നേവി ഉദ്യോഗസ്ഥൻ, മറുഭാഗത്ത് എന്റർടൈൻ ഇൻഡസ്ട്രിയുടെ ഒരു നല്ല വക്താവായ സാക്ഷാൽ നീരജ് ഗ്രോവർ. അന്ന് രാത്രി ശരിക്കും മരിയയുടെ മധുവധുവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നേരം വെളുത്തപ്പോ മരിയ നീരജിനോട് അവർക്ക് ഹോട്ടലിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞപ്പോ നീരജ് മരിയോട് പറഞ്ഞു, ഏയ് മരിയ, നിനക്ക് ഹോട്ടലിന്റെ ആവശ്യമില്ല, നിനക്ക് വേണ്ടത് ഒരു ഫ്ലാറ്റാണ്. ഞാൻ നിനക്ക് വേണ്ടിയുള്ള ഒരു ഫ്ലാറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിയാലുടൻ ആ ഫ്ലാറ്റിലേക്ക് നീ അങ്ങ് പോയാൽ മതി. വെറുതെ ഹോട്ടലിൽ പോയി താമസിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുമാത്രമല്ല, നിന്നെപ്പോലെ ഒരു താരം ഹോട്ടലിലല്ല താമസിക്കേണ്ടത്, സ്വന്തമായ ഫ്ലാറ്റിലാണ്. എങ്കിൽ മാത്രമേ അവിടേക്ക് നിനക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. പ്രൊഡ്യൂസേഴ്സും തിരക്കഥാകൃത്തുക്കളും നിന്നെ തിരക്കി വരുമ്പോൾ ഹോട്ടൽ മുറിയേക്കാൾ നല്ലത് നിന്റെ സ്വന്തം ഫ്ലാറ്റാണ്. മരിയയുടെ കാര്യങ്ങളിൽ ശരിക്കും താല്പര്യമുള്ളതുപോലെ നീരജ് ഗ്രോവർ അങ്ങനെ സംസാരിച്ചപ്പോൾ മരിയ പിന്നെ എതിർത്ത അഭിപ്രായം പറഞ്ഞില്ല. മരിയയുടെ നീരജ് ഗ്രോവറിന്റെ ഫ്ലാറ്റിലുള്ള താമസം അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. ഏപ്രിൽ 30 മെയ് 1 മെയ് 2 2-3 ദിവസമായിട്ടും മരിയയുടെ ഫ്ലാറ്റ് കണ്ടുപിടിക്കുന്ന കേസ് മാത്രം അങ്ങോട്ട് വിജയിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 3-ാം തീയതി ഒരു ഫ്ലാറ്റ് മരിയയ്ക്ക് വേണ്ടി കണ്ടെത്തിയതായി നീരജ് ഗ്രോവർ മരിയോട് പറഞ്ഞത്. ഈ ദിവസങ്ങളിലൊക്കെ നീരജ് ഗ്രോവറിന്റെ ആവശ്യപ്രകാരം മരിയ വിവിധ സ്ഥലങ്ങളിൽ ഓഡിഷന് പോകുന്നുണ്ട്. മരിയയ്ക്ക് വേണ്ടി നീരജ് ഗ്രോവർ കണ്ടുപിടിച്ച റോളിലേക്കും ഓഡിഷന് മരിയ പോയി. പക്ഷേ ആ ഓഡിഷൻ കഴിഞ്ഞപ്പോൾ മരിയയുടെ ഉള്ളിൽ ഒരു സംശയം രൂപപ്പെട്ടിട്ടുണ്ട്. നീരജ് ഗ്രോവർ പറയുന്നത് പോലെ അല്ല സംഭവങ്ങളെന്നും. അവൾക്ക് സെലക്ഷൻ കിട്ടിയെന്നാണ് മൈസൂരിലായിരുന്ന സമയത്ത് അവളോട് നീരജ് ഗ്രോവർ വിളിച്ചു പറഞ്ഞത്. അതിനനുസരിച്ചാണ് അവൾ മൈസൂരിൽ നിന്ന് ഇങ്ങ് മുംബൈയിലേക്ക് എത്തിയത്. പക്ഷെ ഇപ്പോ അവൾ ആ റോളിന് വേണ്ടി ഓഡിഷൻ ചെന്നപ്പോൾ അതേ റോളിലേക്ക് അനവധി ആളുകൾ ഓഡിഷൻ നിൽക്കുന്നത് അവിടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അവൾ മാത്രമായിരിക്കും ആ റോളിലേക്ക് ഓഡിഷൻ ഉണ്ടാകുക എന്ന ധാരണയിലെത്തിയ മരിയയ്ക്ക് അതൊരു ഷോക്കായിരുന്നു. താൻ യഥാർത്ഥത്തിൽ നീരജ് ഗ്രോവറെ വളച്ചെടുക്കുകയായിരുന്നു എന്നാണ് മരിയ അതുവരെ കരുതിയിരുന്നത്. പക്ഷേ ആ ഓഡിഷൻ കഴിഞ്ഞപ്പോൾ മരിയയ്ക്ക് അതല്ല സംഭവം എന്ന് മനസ്സിലായി. തന്നെ നീരജ് ഗ്രോവർ വളച്ചെടുക്കുകയായിരുന്നു. അയാളുടെ ആവശ്യാനുസരണം അയാൾ ഉണ്ടാക്കിയ തിരക്കഥയിൽ താൻ പെട്ടുപോയിരിക്കുകയാണ്. ആ ഒരു തോന്നൽ മരിയയ്ക്ക് ഉണ്ടായതും മരിയ എങ്ങനെയും നീരജിന്റെ ഫ്ലാറ്റിൽ നിന്ന് താമസം മാറ്റണം എന്ന് തീരുമാനിച്ചു. അവൾ
നീരജിനോട് തീർത്തു പറഞ്ഞു, നീരജ്, എനിക്ക് ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. നമ്മളിങ്ങനെ താമസിക്കുന്നത് ശരിയുമല്ല. എനിക്ക് എൻ്റെ ഫ്ലാറ്റിലേക്ക് പോകണം. ഹേയ് മരിയ, അതാണ് ഒരു വിഷയം. നാളെ തന്നെ പോവാലോ. അപ്പോഴേക്കും ദിവസം മെയ് 5 ഏപ്രിൽ 29 മുംബൈയിലെത്തിയ മരിയ 2008 മെയ് 5 അവളുടെ പുതിയ ഫ്ലാറ്റിലെത്തി. ആ ഫ്ലാറ്റിൽ അത്യാവശ്യം ചില ഫർണിച്ചർ ഉണ്ട്. സോഫയും അതുപോലെ കസേരയും കട്ടിലും ഒക്കെ അവിടെ റെഡിയാണ്. കിച്ചണും ഏതാണ്ട് ഫർണിഷ്ഡ് ആണ്. ആരോ യൂസ് ചെയ്തിരുന്ന ഒരു ഫ്ലാറ്റ് നീരജ് മരിയയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. മരിയ ആ ഫ്ലാറ്റിൽ എത്തിയതും മരിയുടെ കയ്യിലേക്ക് നീരജ് കുമാർ ഒരു കവർ വെച്ചു കൊടുത്തു. ശരിക്കും അവളെ മൈസൂരിൽ നിന്ന് മുംബൈയിൽ എത്തിച്ചപ്പോൾ ഓഫർ ചെയ്തിരുന്ന ആ റോളിലേക്ക് അവളെ സെലക്ട് ചെയ്തുകൊണ്ടുള്ള ഓർഡറാണ് മരിയുടെ കയ്യിലേക്ക് നീരജ് കുമാർ വെച്ചു കൊടുത്തത്. ശരിക്കും ആ സെലക്ഷൻ ഓർഡർ കണ്ട മരിയ സന്തോഷത്തോടെ നീരജ് കുമാറിനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ കെട്ടിപ്പിടുത്തം സ്വാഭാവികമായും ബെഡ്റൂമിലേക്ക് എത്തി. മരിയ വല്ലാത്ത ത്രില്ലിലാണ്. നീരജ് തന്നെ ചതിക്കുകയാണെന്ന് ഒരു തോന്നലാണ് നേരത്തെ മരിയയ്ക്ക് ഉണ്ടായിരുന്നത്. ആ തോന്നൽ ആ പകലിൽ അങ്ങ് മാറി. ആ പകൽ അവർ രണ്ടുപേരും ശരിക്കും ആഹ്ലാദത്തോടു കൂടി ആ വീട്ടിൽ അങ്ങനെ അടിച്ചു പൊളിക്കുകയായിരുന്നു. നേരം പുലർന്നപ്പോ മരിയ ശരിക്കും സന്തോഷത്തിലാണ്. താനിതാ അറിയപ്പെടുന്ന ഒരു താരമാകാൻ പോവുകയാണ്. അന്ന് പകൽ ജെറോം മാത്യു മരിയ വിളിച്ചപ്പോ മരിയ അവൾക്ക് ഒരു സീരിയലിലേക്ക് സെലക്ഷൻ കിട്ടിയ കാര്യം വളരെ സന്തോഷത്തോടുകൂടി ജെറോമിനോട് പറയുകയും ചെയ്തു. ജെറോമിനും അത് കേട്ടപ്പോൾ സന്തോഷം. ശരിക്കും സന്തോഷത്തോടുകൂടി ജെറോമിനോട് സംസാരിച്ചിട്ട് നീരജിന്റെ ഫ്ലാറ്റിലെത്തിയ മരിയ അതേ സന്തോഷം നീരജിനോടും കാണിച്ചു. അവർ രണ്ടുപേരും അന്ന് കാമുകന്മാരെ പോലെ ആ ഫ്ലാറ്റിൽ ആടി തിമിർത്തപ്പോ മരിയ നീരജിനോട് പറഞ്ഞു, നീരജ്, നാളെ ഞാൻ എന്റെ ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ മരിയ, അത് നല്ല കാര്യമാണ്. ഞാൻ വേണമെങ്കിൽ നിന്നെ സഹായിക്കുകയും ചെയ്യാം. ഏയ് നീരജ്, അതൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഷിഫ്റ്റ് ചെയ്തോളാം. കുറച്ച് സാധനങ്ങളല്ലേ ഉള്ളൂ. മരിയുടേതായ സാധനങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. കുറച്ച് സാധനങ്ങൾ അവൾക്ക് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ സാധനങ്ങൾ കൂടി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ പുതിയ ഫ്ലാറ്റിലെ താമസം ശരിക്കും സുഖമായി മുന്നോട്ട് പോകും. മാർച്ച് 7 പകൽ അവൾ അവളുടെ ഫ്ലാറ്റിലേക്ക് താമസം മാറ്റി. അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം വിവിധ സ്റ്റുഡിയോകളിൽ ഓഡിഷൻ ആക്ടിവിറ്റീസുമായി അവൾ കറങ്ങി നടന്നിട്ട് ഏകദേശം രാത്രിയോട് അടുപ്പിച്ചാണ് അവളുടെ ഫ്ലാറ്റിലേക്ക് മടങ്ങിയെത്തുന്നത്. അവളുടെ ഫ്ലാറ്റിൽ അവൾ മടങ്ങിയെത്തുമ്പോൾ ഫ്ലാറ്റിന് മുന്നിൽ സാക്ഷാൽ നീരജ് ഗ്രോവർ ഉണ്ട്. നീരജിനെ കണ്ടതും മരിയ നീരജിനോട് ചോദിച്ചു, ഏയ് എന്തു പറ്റി? ഏയ് മരിയ, നീ പുതിയ ഫ്ലാറ്റിൽ താമസമാക്കുന്നതല്ലേ ഉള്ളൂ. നിനക്ക് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ ഒരു സഹായം ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിവിടെ അങ്ങ് നിന്നത്. നമ്മുടെ വീട് മാറുമ്പോൾ അടുത്ത സുഹൃത്തുക്കളൊക്കെ നമ്മളെ സഹായിക്കാൻ വരുമല്ലോ. അതേ ശൈലിയിൽ നീരജ് ഗ്രോവർ മരിയ സഹായിക്കാനായി അവിടെ ഫ്ലാറ്റിലേക്ക് എത്തിയതാണെന്ന് അവന്റെ സംഭാഷണം വിളിച്ചു പറയുകയാണ്. സന്തോഷത്തോടുകൂടി മരിയ നീരജുമായി അവിടെ ഫ്ലാറ്റിലേക്ക് കടന്നു. അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ മരിയ പകല് പർച്ചേസ് ചെയ്തിരുന്നു. അതൊക്കെ അവിടെ കെട്ടിവെച്ചിരിക്കുകയാണ്. ആ സാധനങ്ങളൊക്കെ അഴിച്ച് ആ സാധനങ്ങളൊക്കെ വെക്കേണ്ട സ്ഥലങ്ങളിൽ വെക്കാൻ നീരജ് മരിയക്കൊപ്പം കൂടി. അതിനുശേഷം മരിയയോട് നീരജ് പറഞ്ഞു, ഞാനൊന്ന് ഫ്രഷ് ആവുകയാണേ. അങ്ങനെ പറഞ്ഞിട്ട് നീരജ് ഗ്രോവർ വാഷ്റൂമിലേക്ക് കടന്നു. ഈ സമയത്താണ് മരിയയ്ക്ക് ജെറോമിന്റെ കോള് വരുന്നത്. ജെറോം മരിയയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാഷ്റൂം തുറന്ന നീരജ് ഗ്രോവർ ഉറക്കെ മരിയോട് ചോദിച്ചു, മരിയ, ടവൽ എവിടെ? മരിയ, ടവൽ എവിടെ എന്ന് നീരജ് ഗ്രോവർ ചോദിക്കുന്നത് മരിയോട് സംസാരിക്കുകയായിരുന്ന ജെറോം കൃത്യമായി കേട്ടു. ജെറോം ഉടൻ മരിയോട് ചോദിച്ചു, മരിയ, ആരുടെ ശബ്ദമാ കേട്ടത്? ജെറോം, ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റിയല്ലേ ഉള്ളൂ. എന്നെ സഹായിക്കാനായി വന്ന ഒരാളുടെ ശബ്ദമാ ജെറോം കേട്ടത്. മരിയ, നീ എന്തായി പറയുന്നത്? ഇതിപ്പോ സമയം രാത്രി 11 ആകാറായില്ലേ? ഇപ്പോഴാണോ സാധനങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്? ആളോട് എത്ര പെട്ടെന്ന് പോകാൻ പറ. ജെറോം അങ്ങനെ പറഞ്ഞതും അകത്തുള്ള ചെറുപ്പക്കാരനോട് അങ്ങനെ പറയാമെന്ന് മരിയ ജെറോമിന് വാക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വാക്ക് കൊടുത്തിട്ട് മരിയ ഫോൺ കട്ട് ചെയ്തു. ഫോൺ സംഭാഷണം കഴിഞ്ഞ് അകത്തേക്ക് വരുന്ന മരിയോട് നീരജ് ഗ്രോവർ കാര്യം തിരക്കി. മരിയ, ആരാ വിളിച്ചേ? അത് എൻ്റെ ഒരു സുഹൃത്താ. മരിയ, എന്തിനാ ഈ രാത്രിയൊക്കെ സുഹൃത്തുക്കൾ നിന്നെ വിളിക്കുന്നത്? നീരജ് ഗ്രോവറിന്റെ ആ ചോദ്യത്തിന് ഒരു പുഞ്ചിരിയായിരുന്നു മരിയുടെ മറുപടി. അന്ന് ശരിക്കും സന്തോഷകരമായ ഒരു രാത്രി അതായിരുന്നു അവർക്ക് അനുഭവപ്പെട്ടത്. ഏകദേശം രാവിലെ 7:30 പുറത്ത് ബെല്ലടിക്കുന്ന കേട്ട് മരിയ വാതിൽ തുറന്നു. മരിയ വാതിൽ തുറക്കുമ്പോൾ അവൾ കാണുന്നത് സാക്ഷാൽ ജെറോം മാത്യുവിനെയാണ്. പെട്ടെന്ന് ജെറോം മാത്യുവിനെ വാതിൽ മുന്നിൽ കണ്ട മരിയ ഒന്ന് ഞെട്ടി തന്നെ പറയാം. മരിയയെ ഒന്ന് നോക്കിയിട്ട് ജെറോം അതിവേഗം വീടിനകത്തേക്ക് കയറി. വീടിനകത്തേക്ക് കയറിയ ജെറോം ഓടിയെത്തിയത് ആ വീട്ടിലെ ബെഡ്റൂമിലേക്കാണ്. ആ വീടിന്റെ ബെഡ്റൂമിലേക്ക് ജെറോം ഓടിയെത്തുമ്പോൾ അയാൾ കണ്ടത് ശരിക്കും ചങ്ക് പറഞ്ഞു പോകുന്നൊരു കാഴ്ചയാണ്. അയാളുടെ ഫിയാൻസിയായ മരിയയുടെ ബെഡ്റൂമിൽ ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ കിടക്കുകയാണ്. അതും
തുണി ലേശം പോലും ഇല്ലാതെ നഗ്നനായ ഒരു ചെറുപ്പക്കാരൻ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ബെഡിൽ കിടക്കുന്നത് കണ്ടാൽ സ്വാഭാവികമായിട്ട് ഏതൊരു ചെറുപ്പക്കാരനെയും ചോര ഒന്ന് തിളയ്ക്കും. അത് തന്നെ അവിടെ സംഭവിച്ചു. ആരാ നീ എന്ന് ചോദിച്ചുകൊണ്ട് ജെറോം നീരജിന് നേരെ കുതിച്ചതും നീരജ് ഉണർന്നതും ഒരേ നിമിഷത്തിലാണ്. നീരജ് നോക്കുമ്പോൾ ഒരു പുരുഷൻ അയാളുടെ നേരെ കുതിച്ചു വരികയാണ്. നീരജ് അമ്പരപ്പോടെ മരിയോട് ചോദിച്ചു, മരിയ ഇതാരാ ഇത്? മരിയയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ നീരജിന് അവളുടെ ആ ബെഡ്റൂമിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കയറി വന്നത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചാടി എണീറ്റ് നീരജും ബെഡിലേക്ക് കുതിച്ച ജെറോമും തമ്മിൽ ശരിക്കും ഒരു ഫൈറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. പൂർണ്ണ നഗ്നനായ നീരജ് ഗ്രോവറും ശരിക്കും വെൽബിൽക്ക് ബോഡിയുള്ള ജെറോം മാത്യുവും തമ്മിലുള്ള ആ സംഘട്ടനം ശക്തമായതും പിടിച്ചു മാറ്റാനായി മരിയ ഓടിയെത്തിയ മരിയെ ജെറോം ഒരു കൈകൊണ്ട് ശരിക്കും ഇടതുവശത്തേക്ക് വലിച്ചു മാറ്റുകയായിരുന്നു. അവൾ താഴേക്ക് വീഴുമ്പോൾ അവൾക്ക് ആ കാഴ്ച കാണാം. ജെറോം മാത്യു അയാളുടെ വലത് മുഷ്ടി കൊണ്ട് നീരജ് ഗ്രോവറിന്റെ വയറ്റിലേക്ക് ആഞ്ഞാഞ്ഞ് ഇടിക്കുന്നത്. ഒരു പഞ്ചിങ് ബാഗിലേക്ക് ഇടിക്കുമ്പോൾ അയാൾ അതിശക്തമായി ഇടിക്കുകയാണ്. ഇടിയേറ്റ് നീരജ് ഗ്രോവർ താഴേക്ക് വീണു. ആ സമയത്താണ് വലതു ഭാഗത്തേക്ക് മാത്യു ജെറോമിന്റെ കണ്ണ് പതിയുന്നത്. അവിടെ അടുക്കളയുണ്ട്. അടുത്ത നിമിഷം അയാൾ അടുക്കളയിലേക്ക് ഓടിക്കയറിയായിരുന്നു. അടുക്കളയിലേക്ക് ഓടിക്കയറിയ ജെറോം അവിടെ നിന്ന് ഒരു കത്തിയുമായി ആ നിമിഷം തന്നെ ബെഡ്റൂമിലേക്ക് ഓടിയെത്തി. ഇടിയേറ്റ് താഴെ വീണ നീരജ് ഗ്രോവർ എണീക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ജെറോം മാത്യു അയാളുടെ നെഞ്ചിലേക്ക് ഇരുന്നു കഴിഞ്ഞു. തന്റെ കൈവശമുള്ള കത്തി കൊണ്ട് ജെറോം നീരജിന്റെ നെഞ്ചിനും വയറിനും ഇടയിലേക്ക് ആഞ്ഞു കുത്തി. ശരിക്കും കത്തി വലിച്ചൊരു വീണ്ടും കുത്തുകയായിരുന്നു. ഈ സമയത്ത് തറയിന്ന് എണീറ്റ് മരിയ ഒരു അക്ഷരം പോലും ശബ്ദിക്കാനാവാതെ അങ്ങനെ നിന്നു പോവുകയാണ്. അവർക്ക് ആ കാഴ്ച കൃത്യമായി കാണാം. അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന അവളുടെ ഫിയാൻസി സാക്ഷാൽ ജെറോം മാത്യു അവളുടെ കാമുകൻ കൂടിയായ നീരജ് ഗ്രോവറിന്റെ നെഞ്ചിലേക്ക് ആ കത്തി ആഞ്ഞാഞ്ഞ് കുത്തിയിറക്കുന്നത്. അല്പം നിമിഷം കഴിഞ്ഞപ്പോൾ നീരജ് ഗ്രോവറിന്റെ അനക്കം പൂർണ്ണമായി നിന്നു. തന്റെ മുന്നിൽ നടന്ന ആ കൊലപാതകം നേരിട്ട് കണ്ട ഷോക്കിൽ മരിയ അങ്ങനെ സ്തംഭിച്ച് സ്റ്റാച്ചു പോലെ നിൽക്കുമ്പോൾ നീരജ് ഗ്രോവറിന്റെ പുറത്തുനിന്ന് ജെറോം മാത്യു എണീറ്റു. ആ കത്തി അവിടെ തറയിലിട്ടതിന് ശേഷം നടന്ന് മരിയയുടെ അടുത്തെത്തി. വർഷങ്ങൾക്ക് ശേഷം ഗൾഫിൽ നിന്ന് വരുന്ന ഭർത്താവ് ഭാര്യയെ കണ്ട് കെട്ടിപ്പിടിക്കുന്ന പോലെ ജെറോം മരിയെ കെട്ടിപ്പിടിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മരിയയ്ക്ക് മനസ്സിലാക്കുമ്പോഴേക്കും മരിയയും ജെറോമും ശരിക്കും ഒരു സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുകയാണ്. അവർ രണ്ടുപേരും ബെഡിൽ കിടക്കുമ്പോൾ തൊട്ട് താഴെ തറയിൽ നിശ്ചലനായി നീരജ് ഗ്രോവർ അങ്ങനെ കിടക്കുകയാണ്. നീരജ് ഗ്രോവറിന്റെ ആ മൃതശരീരത്തിന്റെ അടുത്ത് ബെഡിൽ ജെറോമും മരിയയും തമ്മിൽ എത്രയോ നാളുകൾക്ക് ശേഷം കണ്ടെത്തിയ ആ ഒരു സന്തോഷം പങ്കിടുമ്പോൾ സമയം അങ്ങനെ ഇഴഞ്ഞു പോവുകയാണ്. അവർ രണ്ടുപേരും കട്ടിലിൽ അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴാണ് ഒരു ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം മരിയ ശ്രദ്ധിക്കുന്നത്. നീരജ് ഗ്രോവറിന്റെ ഫോണാണ് ശബ്ദിച്ചത്. ശരിക്കും ആ നിമിഷത്തിലാണ് മരിയയ്ക്കും അതുപോലെ ജെറോമിനും സ്വബോധം ഉണ്ടാകുന്നത്. അതുവരെ നടന്ന കാര്യങ്ങൾ രണ്ടുപേരുടെയും സങ്കല്പത്തിന് അപ്പുറമുള്ള കാര്യങ്ങളാണ്. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുമ്പോൾ താഴെ കിടക്കുന്ന നീരജ് ഗ്രോവറിന്റെ മൊബൈൽ അടുത്ത മേശയിലിരുന്ന് ശബ്ദമുണ്ടാക്കുകയാണ്. കട്ടിലിൽ ചാടി എണീറ്റ മരിയ ആ മൊബൈലിൻ്റെ അടുത്തേക്ക് വന്നു. ആ മൊബൈലിൽ അയാളെ വിളിക്കുന്നത് ഒരു നടിയാണ്. രാവിലെ 7:30 മണിക്ക് ഒരു ഷൂട്ട് നീരജ് ഗ്രോവർ ഷെഡ്യൂൾ ചെയ്തിരുന്നതാണ്. ആ ഷൂട്ടിൽ പങ്കെടുക്കുന്ന നടിയാണ് പ്രൊഡക്ഷന്റെ ചുമതല വഹിക്കുന്ന നീരജിനെ കാണാതെ വന്നപ്പോൾ ഫോണിൽ വിളിച്ചിരിക്കുന്നത്. ആ ഫോണ് അല്പം നേരം അടിച്ച് അങ്ങ് സ്റ്റോപ്പായി. ആ ഫോണിലേക്ക് നോക്കി സ്തംഭിച്ച് നിൽക്കുന്ന മരിയെ ഒന്ന് നോക്കിയിട്ട് ജെറോം മരിയോട് പറഞ്ഞു, മരിയ, ഇനി ഞാൻ പറയുന്ന പോലെ നീ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് പ്രശ്നമില്ലാതെ രക്ഷപ്പെടാം. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. ശരിക്കും ശാന്തനായിട്ടാണ് ലഫ്റ്റനന്റ് ജെറോം മാത്യു ആ നിമിഷത്തിൽ സംസാരിച്ചത്. ജെറോമിന്റെ കോൺഫിഡൻസ്, സ്വാഭാവികമായിട്ടും ഒരു ആത്മവിശ്വാസം മരിയയിലും ഉണ്ടാക്കി. നീരജ് ഗ്രോവറിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് മാനസികമായി ആഗ്രഹിച്ചിരുന്ന വ്യക്തി കൂടിയാണ് യഥാർത്ഥത്തിൽ മരിയ. നീരജ് അവളെ
ഒരു ചതിക്കുഴി ഒരുക്കി പെടുത്തുകയായിരുന്നു എന്നൊരു ബോധം മരിയയുടെ മനസ്സിന്റെ കോണിൽ ചെറുതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ കൊല്ലപ്പെട്ടതിൽ മരിയയ്ക്ക് അധികം വിഷമമൊന്നും തോന്നിയില്ല. ഇനി ആ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് പ്രധാനം. അതിലേക്ക് മരിയയുടെ ചിന്ത വരുമ്പോൾ ജെറോം മരിയോട് പറഞ്ഞു, മരിയ, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും സംഭവിച്ചതായി ആർക്കും മനസ്സിലാക്കാനും പാടില്ല. നീ ഒരു കാര്യം ചെയ്യണം. ഇവിടെ അടുത്തുള്ള മാളിൽ പോയി ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങണം. നമുക്ക് ഈ ബോഡി ഇവിടെ ഇങ്ങനെ ഇട്ടേക്കാൻ പറ്റില്ല. ജെറോം മാത്യു പറയുന്ന കാര്യം മരിയയ്ക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ജെറോം പറഞ്ഞനുസരിച്ച് മരിയ അതിവേഗം റെഡിയായി നേരെ മാളിലേക്ക് പോയി. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മരിയ കുറെ സാധനങ്ങളുമായി ഫ്ലാറ്റിൽ മടങ്ങിയെത്തി. മരിയ കടയിലേക്ക് പോയ സമയത്ത് നീരജിന്റെ ഫോൺ കൂടി കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അവൾ കടയിൽ നിൽക്കുന്ന സമയത്ത് സൈലന്റ് ആക്കി വെച്ച ആ മൊബൈലിൽ വരുന്ന കോളുകൾ അവൾ കാണുന്നുണ്ട്. നീരജിന്റെ അമ്മ, നീരജിന്റെ സഹോദരി, നീരജിന്റെ പ്രൊഡക്ഷൻ ഹൗസുമായി ബന്ധപ്പെട്ട ആളുകൾ, അങ്ങനെ പല ആളുകളും നീരജിനെ ഇതിനിടയിൽ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. കോളുകൾ നിരന്തരം വരികയാണ്. നീരജിന്റെ സഹോദരിയാണെങ്കിൽ ഇടവിട്ടിടവിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു പ്രശ്നം നീരജിന്റെ വീട്ടുകാർക്ക് ഫീൽ ചെയ്തുകൊണ്ടായിരിക്കും അവർ നിരന്തരം വിളിക്കുന്നെന്ന് ആ കോള് കണ്ട മരിയയ്ക്ക് പൂർണ്ണ ഉറപ്പായി. മരിയ ആ നിരന്തരം കോള് വരുന്ന നീരജ് ഗ്രോവറിന്റെ ഫോണുമായി ഫ്ലാറ്റിൽ മടങ്ങിയെത്തുമ്പോൾ അവളുടെ കയ്യിൽ കുറെ സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ അവൾ ജെറോം മാത്യുവിനെ ഏൽപ്പിച്ചു. ജെറോം മാത്യു തറയിൽ കിടക്കുന്ന നീരജ് ഗ്രോവറെ ഒന്ന് നോക്കിയിട്ട് നേരത്തെ അയാൾ നീരജിനെ കൊല്ലാൻ ഉപയോഗിച്ച ആ കത്തിയെടുത്ത് സാവധാനം നീരജിനെ കട്ട് ചെയ്തു തുടങ്ങി. ജെറോം മാത്യു പറഞ്ഞതനുസരിച്ച് മരിയ വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളാണ്. കുറച്ച് വലിയ ക്യാൻവാസ് ബാഗുകളുമുണ്ട്. അത്യാവശ്യം ചരടും അതുപോലെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വീട്ടിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സ്പ്രേയും ക്ലീനിങ് ഐറ്റംസും ഒക്കെ ഉണ്ട്. മരിയ നോക്കി നിൽക്കുമ്പോൾ ജെറോം മരിയോട് പറഞ്ഞു, ഞാൻ ഇവനെ ചെറിയ കഷ്ണങ്ങളാക്കാൻ പോവുകയാണ്. ഇവിടുന്ന് ഇവന്റെ ബോഡി ഈ ശൈലിയിൽ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നേവിയിൽ ലഫ്റ്റനന്റ് ആയ ജെറോമിന് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വ്യക്തമായ ധാരണയുണ്ടെന്ന് അർത്ഥം. ജെറോം മാത്യു പതുക്കെ നീരജിനെ കട്ട് ചെയ്തു തുടങ്ങി. ആ വീട്ടിലെ അടുക്കളയിൽ ഇരുന്ന കത്തി ഉപയോഗിച്ചാണ് അയാൾ കട്ട് ചെയ്തു തുടങ്ങിയത്. നീരജിനെ കുത്താൻ ഉപയോഗിച്ച അതേ കത്തി. ആ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തു തുടങ്ങിയപ്പോഴാണ് ജെറോം മാത്യുവിന് ഒരു കാര്യം ബോധ്യമായത്. ഈ കട്ടിങ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. നന്നായി കട്ട് ചെയ്യണമെങ്കിൽ കത്തി രാവി വെക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ അടുക്കളയിൽ പച്ചക്കറിയൊക്കെ മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ കത്തിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള മൂർച്ച വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ 3 മണിക്കൂർ സമയമെടുത്തു ജെറോമിനെ കഷ്ണങ്ങളായി മുറിക്കാൻ. 6 വലിയ കഷ്ണങ്ങളാക്കിയാണ് ജെറോമിനെ മുറിച്ചത്. ഓരോ കഷ്ണവും മരിയ എടുത്തു കൊടുക്കുന്ന ആ കവറിലേക്ക് ജെറോം എടുത്തു വെക്കുകയാണ്. എല്ലാ ബാഗുകളും ഫില്ല് ചെയ്ത് കഴിഞ്ഞതും മരിയ നീരജ് ഗ്രോവറുടെ സുഹൃത്തിനെ അങ്ങോട്ട് വിളിച്ചു. അവനോട് മരിയ പറഞ്ഞു, നീരജ് ഇന്നലെ ഇവിടെ ഫ്ലാറ്റിൽ വന്നിരുന്നു. പക്ഷെ രാത്രി 11 മണിയോടുകൂടി നീരജ് ഇവിടുന്ന് പോവുകയും ചെയ്തു. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, നീരജിന്റെ ഫോണ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നാളെ ഉച്ചയാകുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ ഞാൻ ഫോൺ കൈ തരാം. ഇപ്പം ഞാൻ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ നീരജിന്റെ സുഹൃത്തിനോട് പറഞ്ഞിട്ട് മരിയ ഫോൺ കട്ട് ചെയ്തു. വളരെ വിദഗ്ധമായ ഒരു ഗെയിം കളിക്കാൻ മരിയയും ജെറോം മാത്യുവും കൂടി ഒരു ശ്രമം ആരംഭിക്കുകയാണ്. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവർ നീരജിന്റെ സുഹൃത്തിനെ വിളിച്ച് ആ കാര്യം പറഞ്ഞത്. അതിനുശേഷം മരിയ അവളുടെ ഒരു സുഹൃത്തിനെ വിളിച്ചു. ആ സുഹൃത്തിന്റെ കയ്യിൽ ഒരു സാൻഡ്രോ കാറുണ്ട്. സാൻഡ്രോ കാറ് അല്പസമയം കഴിഞ്ഞപ്പോൾ അവരുടെ ഫ്ലാറ്റിനടുത്തേക്ക് വന്നു. മരിയ താഴെ ഇറങ്ങി ആ സാൻഡ്രോ കാറിന്റെ കീ അയാളിൽ നിന്ന് വാങ്ങിച്ചു. തനിക്ക് ഒരു ട്രിപ്പ് ഉണ്ടെന്നും അതിനൊരു കാറ് വേണമെന്നും സുഹൃത്തിനോട് പറഞ്ഞതുകൊണ്ടാണ് സുഹൃത്ത് ആ കാറ് മരിയയ്ക്ക് കൊണ്ടുകൊടുത്തത്. ആ സുഹൃത്ത് പോയി കഴിഞ്ഞ് ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ മരിയും ജെറോം മാത്യുവും കൂടി ഫ്ലാറ്റിനകത്തുനിന്ന് ആ കവറുകൾ ഒന്നായി പുറത്തേക്ക് കൊണ്ടുവന്നു. അവരെ ഫ്ലാറ്റിൽ നിന്ന് ആ കവറുകളുമായി പുറത്തിറങ്ങി കാറിനടുത്ത് എത്തുമ്പോൾ ആ ഫ്ലാറ്റിന്റെ സെക്യൂരിറ്റി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഗാർഡ് അവർ രണ്ടുപേരെയും കണ്ടു. അവരുടെ കൈവശമിരിക്കുന്ന കവറുകളും അയാളുടെ ദൃഷ്ടിയിൽ പെടുകയും ചെയ്തു. അയാൾ അവരങ്ങനെ നോക്കുമ്പോഴേക്കും ആ സാൻഡ്രോ കാറിന്റെ ഡിക്കി തുറന്ന് അവർ ആ കവറൊക്കെ ആ ഡിക്കിക്കകത്തേക്ക് വെച്ചു. ഡിക്കി ഭദ്രമായി അടച്ച മരിയും
ജെറോമും കാറിലേക്ക് കയറി. ആ കാറ് അതിവേഗം മുന്നോട്ട് നീങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും ആ കാറിന്റെ ആ യാത്ര സെക്യൂരിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അയാൾക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ യാത്രയിൽ ഫീൽ ചെയ്തു. ആ ഗാർഡ് മരിയെ അധികം കണ്ടു പരിചയമുള്ള ആളല്ല. മരിയ അവിടെ താമസമാക്കിയിട്ട് അധിക ദിവസമായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ അധികം കയറിയിറങ്ങുന്ന ഒരു വീട് ലേശം സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുക എന്നുള്ളത് ആ ഗാർഡിന്റെ ഒരു ശീലമാണ്. തലേദിവസം വേറെ ചെറുപ്പക്കാരൻ വന്നിരുന്നു, ഇന്നിതാ പുതിയൊരു ചെറുപ്പക്കാരൻ. ഇതൊരു നല്ല പ്രവണത അല്ലല്ലോ എന്നൊരു തോന്നൽ ആ ഗാർഡിന് ഉണ്ടായത് കൊണ്ടാണ് ഗാർഡ് കൗതുകപൂർവ്വം ആ കാറിനെയും കാറിലേക്ക് കയറിയ ചെറുപ്പക്കാരനെയും മരിയെയും ഒന്ന് നോക്കി വെച്ചത്. ഇതിനിടയിൽ സാൻഡ്രോ കാറ് അതിവേഗം മുന്നോട്ട് നീങ്ങുകയാണ്. മുംബൈയുടെ തിരക്കിൽ നിന്ന് വിജനമായ ഒരു പ്രദേശത്തേക്കാണ് ആ കാറ് മൂവ് ചെയ്യുന്നത്. കാറിന്റെ ആ യാത്രക്കിടയിൽ ജെറോം ഒരു പെട്രോൾ പമ്പിൽ ആ കാർ നിർത്തി. അവിടെ നിന്ന് അവര് ഒരു കന്നാസ് നിറയെ പെട്രോൾ വാങ്ങിച്ചു. അതിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ വേറൊരു കടയിൽ നിന്ന് ഒരു തീപ്പെട്ടിയും വാങ്ങിച്ചു. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പ്ലാൻ ചെയ്തിട്ടാണ് അവര് യാത്ര ചെയ്യുന്നത്. ജെറോം വാഹനം ഓടിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലം ലക്ഷ്യമാക്കിയാണ്. ഈ സമയത്താണ് മരിയയുടെ പോക്കറ്റിലിരുന്ന ഫോണ് ശബ്ദിച്ചത്. നീരജ് ഗ്രോവറിന്റെ ഫോൺ വീണ്ടും ശബ്ദിക്കുന്നതാണ്. ആരാണ് ആ സമയത്ത് ഫോൺ വിളിക്കുന്ന അറിയാനായി അവൻ ഫോൺ കയ്യിലെടുത്തതും അറിയാതെ ഫോണിങ് ഓണായിപ്പോയി. ഫോൺ ഓണായതും മറുഭാഗത്തു നിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം മരിയ കേൾക്കുകയും ചെയ്തു. ആ സ്ത്രീയുടെ ശബ്ദം കേട്ടതും സോറി എന്ന് പറഞ്ഞ് മരിയ ഫോൺ കട്ട് ചെയ്തു. ഏകദേശം ഒരു 100-ലധികം തവണയെങ്കിലും നീരജ് ഗ്രോവറിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന നീരജന്റെ സഹോദരിയാണ് ആ സമയത്ത് ഫോൺ വിളിച്ചത്. ഒരു സ്ത്രീ നീരജന്റെ ഫോൺ എടുത്ത് കട്ടാക്കിയപ്പോൾ ശരിക്കും ഒരു സംശയം നീരജന്റെ സഹോദരിക്ക് ഉണ്ടായി. അവളും അവളുടെ അമ്മയും ചേർന്ന് ഉടൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നീരജനെ കാണാനില്ല എന്നുള്ള പരാതി കൊടുത്തു. ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരമായിരിക്കുകയാണ്. സന്ധ്യയോട് അടുപ്പിച്ച സമയത്ത് ജെറോം മാത്യുവും മരിയയും കൂടി തികച്ചും ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് അവരുടെ സാൻഡ്രോ കാർ ഒതുക്കി. കാർ ഒതുക്കിയിട്ടതിന് ശേഷം അവർ ആ ബാഗുകൾ ഡിക്കിയിൽ നിന്ന് പുറത്തെടുത്ത് കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അവിടെ ആ ബാഗുകൾ ഇട്ടതിന് ശേഷം അതിലേക്ക് കനാസിലുള്ള പെട്രോൾ ഒഴിച്ചു. ജെറോം തീപ്പെട്ടി ഉരച്ച് ആ ബാഗിലേക്ക് ഇട്ടു. ജെറോമും മരിയയും അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും ആ ബാഗുകൾ ആളെ കത്താൻ തുടങ്ങി. അവര് നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ ബാഗിനകത്തുള്ള നീരജ് ഗ്രോവറിന്റെ ഭൗതിക ശരീരം കത്തി ജ്വലിച്ച് ഏതാണ്ട് എരിഞ്ഞടങ്ങി. എല്ലാ ബാഗുകളും ഏതാണ്ട് കത്തിത്തീർന്നു എന്ന് ഉറപ്പായപ്പോൾ ജെറോം മാത്യുവും മരിയയും അവിടെ നിന്ന് വീണ്ടും അവിടെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു. താമസ സ്ഥലത്ത് മടങ്ങിയെത്തിയ ജെറോമും മരിയയും ചേർന്ന് ആ വീട് ശരിക്കും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. നേരത്തെ തന്നെ ക്ലീനിങ് സാധനങ്ങൾ വാങ്ങി വെച്ചിരുന്ന അവർ തറയും ബാത്റൂമും അതുപോലെ അടുക്കളയും കഴുകി വൃത്തിയാക്കി. അതിനുശേഷം നീരജനെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി അവിടുത്തെ ആ ഡ്രെയിനേജ് സംവിധാനത്തിന് അകത്തേക്ക് ഒന്ന് തള്ളിക്കയറ്റി. മുംബൈ പോലുള്ള ഒരു നഗരത്തിൽ എല്ലാ ഫ്ലാറ്റുകളും ഡ്രെയിനേജ് സംവിധാനവുമായി കണക്റ്റഡ് ആണ്. ആ ഡ്രെയിനേജ് ഓടയ്ക്കകത്തേക്ക് ആ കത്തി പോയി കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടുപിടിക്കാൻ ആർക്കും പറ്റത്തില്ല. അത് ജെറോമിനും മരിയയ്ക്കും നന്നായിട്ട് അറിയാം. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി അങ്ങനെ ഒഴിവാക്കി കിട്ടിയതും അവർ ആ ഭാഗമെല്ലാം ഒന്നുകൂടി സൂക്ഷ്മമായി പരിശോധിച്ചു. നീരജ് ഗ്രോവറുമായി കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങൾ അവിടേക്ക് ഉണ്ടോ എന്നാണ് നോക്കിയത്. അവിടെ ഉണ്ടായിരുന്ന നീരജിന്റെ ഡ്രസ്സൊക്കെ അവർ നേരത്തെ കൊണ്ടുപോയി കത്തിച്ചിരുന്നു. നീരജുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അവിടെ ഇല്ലാന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞ അവർ പിറ്റേന്ന് അവരുടെ കാറ് സുഹൃത്തിന് മടക്കി കൊടുക്കുകയും ചെയ്തു. ഏകദേശം ഉച്ചയോടടുപ്പിച്ച് മരിയ പറഞ്ഞനുസരിച്ച് നീരജിന്റെ സുഹൃത്തുക്കൾ മരിയെ തേടി വന്നു. മരിയോട് വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് സുഹൃത്തുക്കൾ വന്നത്. അതുകൊണ്ട് തന്നെ മരിയ നീരജിന്റെ ഫോണുമായി വീടിന് പുറത്ത് ഇറങ്ങി നിൽക്കുകയായിരുന്നു. ഫ്ളാറ്റിന്റെ താഴെ എത്തിയ നീരജിന്റെ സുഹൃത്തുക്കളുടെ കയ്യിലേക്ക് മരിയ ഫോൺ കൊടുത്തു. ഫോൺ മരിയ സുഹൃത്തുക്കൾക്ക് കൊടുക്കുമ്പോഴാണ് നീരജിനെ കാണാനില്ല എന്നുള്ള കാര്യം നീരജിന്റെ സുഹൃത്തുക്കൾ മരിയോട് പറയുന്നത്. അത് കേട്ടതും മരിയ ശരിക്കും ഞെട്ടി. നീരജിനെ കാണാനില്ലെന്നോ? നീരജ് എങ്ങോട്ട് പോയി? മരിയ അറിയത്തില്ല. നീരജ് എൻ്റെ അടുത്ത് നിന്നല്ലേ പോയത്? ഏകദേശം രാത്രി 11 മണിക്ക് പോയതാണല്ലോ. അവന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നീരജനെ കാണാനില്ല എന്നുള്ള കാര്യം മരിയെ വല്ലാതെ ഷോക്ക് ഏൽപ്പിച്ചു എന്ന് നീരജിന്റെ സുഹൃത്തുക്കൾക്ക് വ്യക്തമായ നിമിഷമാണ്. മരിയയ്ക്ക് നീരജുമായി വല്ലാത്തൊരു അടുപ്പമുണ്ടെന്ന് അവർക്കൊക്കെ അറിയാം. മരിയെ ആശ്വസിപ്പിച്ചിട്ടാണ് നീരജിന്റെ സുഹൃത്തുക്കൾ അവിടെ നിന്ന് പോകുന്നത്. ഈ സമയത്ത് ഈ കേസ്
മുംബൈ പോലീസ് കമ്മീഷണർ രാകേഷ് മരിയയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. രാകേഷ് മരിയ ബോംബെ സ്ഫോടനത്തിന്റെ കേസ് അന്വേഷിച്ച വ്യക്തി കൂടിയാണ്. രാകേഷ് മരിയ ആ കേസ് അന്വേഷിക്കാനായി ഒരു ടീമിനെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നീരജ് ഗ്രോവർ അറിയപ്പെടുന്ന ഒരു TV പ്രൊഡക്ഷൻ കമ്പനിയുടെ ഏതാണ്ട് മേലെ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ മേഖലയിലുള്ള ആളുകളൊക്കെയും വൻ പ്രഷർ മുംബൈ പോലീസ് കമ്മീഷണറിൽ ചുമത്തുന്നുണ്ടായിരുന്നു. TV മേഖലയിലെ ഒരാളെയാണ് പെട്ടെന്ന് മിസ്സായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളെ കണ്ടുപിടിക്കാനായി സകല ശ്രമവും നടത്തണമെന്ന് രാകേഷിന് നിർബന്ധമുണ്ടായി. രാകേഷ് മരിയ ഈ കേസുമായി കണക്ട് ചെയ്ത ആളുകൾ ആരൊക്കെയാണെന്ന് പതുക്കെ അന്വേഷിച്ചു തുടങ്ങിയാണ്. അപ്പോഴാണ് മരിയയാണ് അവസാനമായി നീരജ് ഗ്രോവറെ കണ്ടെന്നുള്ള കഥ രാകേഷ് അറിയുന്നത്. മരിയയെ വിളിപ്പിച്ചു, മരിയയെ ചോദ്യം ചെയ്തു. മരിയ നേരത്തെ പറഞ്ഞ അതേ വാചകം തന്നെ ആവർത്തിച്ചു. ഏകദേശം 11 മണിയോടടുപ്പിച്ച് അവൾ ഫ്ലാറ്റിൽ വരുമ്പോൾ അവളെ കാത്ത് നീരജ് ഗ്രോവർ ഉണ്ടായിരുന്നുവെന്നും നീരജ് അവളെ സഹായിക്കാനായി ഫ്ലാറ്റിൽ ഒന്നിച്ച് കുറച്ചു നേരം ഉണ്ടായിരുന്നുവെന്നും അതിനുശേഷം അവിടെ നിന്ന് പോയെന്നുമാണ് അവൾ രാകേഷ് മരിയോട് സൂചിപ്പിച്ചത്. ആ കഥ അവളോട് സംസാരിക്കുന്ന എല്ലാവരോടും അവൾ ആവർത്തിക്കുന്നുമുണ്ട്. ആ സമയത്ത് ആ കഥയിൽ വേറെ സംശയമൊന്നും തോന്നാത്തത് കൊണ്ട് പോലീസ് മരിയയെ അധികം ചോദ്യം ചെയ്യാനൊന്നും മെനക്കെട്ടതുമില്ല. ഈ സമയത്താണ് പോലീസ് സ്റ്റേഷനിൽ നീരജിന്റെ സഹോദരി ആ കാര്യം അറിയിച്ചത്. നീരജിന്റെ ഫോണിലേക്ക് അവൾ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു തവണ ഒരു സ്ത്രീ ആ ഫോൺ അറ്റൻഡ് ചെയ്തു എന്നുള്ള കാര്യം നീരജിന്റെ സഹോദരി പറഞ്ഞപ്പോൾ പോലീസ് നീരജിന്റെ കോൾ റെക്കോർഡ് ഒന്ന് എടുത്തു. കോൾ റെക്കോർഡ് എടുത്തപ്പോൾ അറ്റൻഡ് ചെയ്യപ്പെട്ട കോള് എവിടെ വെച്ചാണ് കണക്ട് ചെയ്യപ്പെട്ടതെന്ന് കൃത്യമായി അവർക്ക് മനസ്സിലായി. സംശയം തോന്നിയ പോലീസ് മരിയെ വിളിപ്പിച്ച് അവളോട് തലേദിവസത്തെ അവളുടെ ആക്ടിവിറ്റീസിനെ കുറിച്ച് വിശദമായി തിരക്കി. അവൾ ഏതൊക്കെ സമയത്ത് എവിടെയൊക്കെ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായി പറയാൻ മരിയ നിർബന്ധിതയായി. മരിയ കുറെ കഥകളൊക്കെ പോലീസിനോട് പറഞ്ഞു. പോലീസ് ആ കഥകളൊക്കെ അതുപോലെ രേഖപ്പെടുത്തി. മരിയ പറഞ്ഞ കഥയനുസരിച്ച് അവൾ ഈ ഫോൺ കോൾ വന്ന സമയത്ത് കൊളോബയിലുള്ള ഒരു മാളിൽ ആയിരിക്കണം. പക്ഷെ അതേ സമയത്ത് ആ കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവിടെ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്താണ്. പോലീസ് ആ കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് ഈ സമയത്താണ് മരിയയുടെ ഫോണിന്റെ മൂവ്മെന്റ്സ് ടെലികോം കമ്പനികളിൽ നിന്ന് സംഘടിപ്പിക്കുന്നത്. മരിയയുടെ ഫോണിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ സംഘടിപ്പിച്ച പോലീസിന് പെട്ടെന്ന് ആ കാര്യം ബോധ്യമായി. നീരജ് ഗ്രോവറിന്റെ ഫോൺ അറ്റൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് ആ ഫോൺ അറ്റൻഡ് ചെയ്യപ്പെട്ട ടവറിന്റെ കീഴിൽ സാക്ഷാൽ മരിയയുടെ ഫോണും ഉണ്ടായിരുന്നു. ആ വിവരം ശേഖരിച്ച പോലീസ് മരിയെ ഒരിക്കൽ കൂടി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. മരിയയുടെ മുന്നിലേക്ക് ആ 2 റെക്കോർഡും വെച്ചു. മരിയ, നിങ്ങൾ പറഞ്ഞ കഥയനുസരിച്ച് നീരജ് ഗ്രോവറിന്റെ കോൾ വന്ന സമയത്ത് നിങ്ങൾ കൊളാബയിലായിരുന്നു. പക്ഷേ നിങ്ങളുടെ മൊബൈൽ ഫോൺ ആ സമയത്ത് അവിടെ ആയിരുന്നില്ല എന്നതിൻ്റെ റെക്കോർഡാണ് ഈ ഡേറ്റ പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വളരെ വ്യക്തമായ ആ ചോദ്യത്തിന് മരിയയ്ക്ക് വ്യക്തമായ ഒരു ഉത്തരം പറയാൻ പറ്റിയില്ല. മരിയ ശരിക്കും മറുപടി പറയാനായി ഒന്ന് ബുദ്ധിമുട്ടെന്ന് കണ്ടതും പോലീസ് മരിയോട് ചോദിച്ചു, ഈ മരിയ, ഇന്നലെ നിങ്ങളൊരു കാറിൽ പുറത്തേക്ക് പോകുന്നത് കണ്ടുവെന്ന് സെക്യൂരിറ്റി പറഞ്ഞിരുന്നു. അത് ആരുടെ കാറാണ്? അത് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന എൻ്റെ ഫിയാൻസി ജെറോമിൻ്റെ സുഹൃത്തിൻ്റെയാണ്. എന്താ സുഹൃത്തിൻ്റെ പേര്? സുഹൃത്തിൻ്റെ പേര് മരിയ സൂചിപ്പിച്ചു. പോലീസ് മരിയെ ആ സ്റ്റേഷനിൽ ഇരുത്തിയിട്ട് ആ നിമിഷം തന്നെ സുഹൃത്തിനെ ഫോൺ കണക്ട് ചെയ്തു. സുഹൃത്ത് അസന്നിഗ്ധമായി ആ കാര്യം വ്യക്തമാക്കി. അയാളുടെ കാറ് ജെറോമിന് കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ ഇൻസിഡന്റിലും മരിയ പറഞ്ഞ കാര്യം തെറ്റിയപ്പോൾ മരിയ ശരിക്കും വിരണ്ടു തുടങ്ങി. മരിയ എന്ന സിനിമാ താരം, മരിയ എന്ന അഡ്വർടൈസ്മെന്റ് താരം, മരിയ എന്ന TV സീരിയൽ താരം പതുക്കെ ഒന്ന് കുഴഞ്ഞു തുടങ്ങുകയാണ്. ശരിക്കും ഒരു സെലിബ്രിറ്റിയെ മരിയ പോലീസിന്റെ അടുത്ത ചോദ്യത്തിൽ വല്ലാതങ്ങ് പെട്ടുപോയി എന്ന് തന്നെ പറയാം. ആ ചോദ്യം ചോദിക്കാൻ പോലീസ് സഹായിച്ചത് ആ ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി അയാൾ കണ്ട കാര്യം പോലീസിനോട് പറഞ്ഞിരുന്നു. 6 കറുത്ത ബാഗുകൾ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന മരിയയും മരിയുടെ സുഹൃത്തും ഒരു സാൻഡ്രോ കാറിൻ്റെ ഡിക്കിലേക്ക് വെക്കുന്നത് കണ്ടുവെന്നാണ് സെക്യൂരിറ്റി റിപ്പോർട്ട് ചെയ്തത്. ആ ബാഗുകളെ കുറിച്ചുള്ള പോലീസിന്റെ ചോദ്യം മരിയയ്ക്ക് മുന്നിലേക്ക് വന്നപ്പോൾ മരിയ പൂർണ്ണമായി നിശബ്ദയായി. അവൾ എന്തോ ഒളിക്കുന്നുവെന്ന് രാകേഷ് മരിയയ്ക്കും ടീമിനും തോന്നുന്നത് ആ നിമിഷത്തിലാണ്. അപ്പോഴാണ് മറ്റൊരു റെക്കോർഡ് കൂടി പോലീസ് ഉദ്യോഗസ്ഥർ രാകേഷ് മരിയുടെയും ടീമിനെ മുന്നിൽ കൊണ്ടുവന്നത്. അത് മരിയയുടെ ഫോണിലേക്ക് വിളിച്ച സാക്ഷാൽ ജെറോം മാത്യുവിൻ്റെ കോൾ റെക്കോർഡാണ്.
7-ാം തീയതി മരിയെ ഫോണിൽ വിളിച്ചതിന് ശേഷം ജെറോം മാത്യു വീണ്ടും മരിയെ ഫോണിൽ വിളിച്ചിരുന്നു. സൈലന്റ് മോഡിലേക്ക് ഫോൺ മാറ്റിക്കഴിഞ്ഞിരുന്ന മരിയും നീരജ് ഗ്രോവറും ശരിക്കും അവരുടെ ഫ്ളാറ്റിൽ അടിച്ചു തിമിർക്കുമ്പോൾ സാക്ഷാൽ ജെറോം മാത്യു മരിയുടെ ഫോണിലേക്ക് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1ഉം 2ഉം തവണയല്ല ജെറോം വിളിച്ചത്, 1000 തവണയാണ് അയാൾ വിളിച്ചിരിക്കുന്നത്. ശരിക്കും അമ്പരപ്പിക്കുന്നതാണ് ആ വിവരം. ഒരാള് തുടർച്ചയായി ഇത്രയും പ്രാവശ്യം ഒരാളെ വിളിക്കുക കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. ഇവിടെ ഓരോ തവണ കോള് കട്ടാവുമ്പോഴും പിന്നെയും ജെറോം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രാത്രി പൂർണ്ണമായും ജെറോം വിളിച്ചു എന്നാണ് അർത്ഥം. സ്വാഭാവികമായിട്ടും പോലീസ് ജെറോമിന്റെ ബാക്കി വിവരങ്ങൾ തിരക്കി. ജെറോം ആരാണെന്നുള്ള ചോദ്യത്തിന് അയാൾ ഒരു നേവി ഉദ്യോഗസ്ഥനാണെന്നും കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നും മരിയ പോലീസിനോട് പറഞ്ഞു. പോലീസ് കൊച്ചിയിൽ ബന്ധപ്പെട്ടപ്പോൾ തലേദിവസം രാത്രി 3:30 ഫ്ലൈറ്റിൽ കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് ജെറോം യാത്ര ചെയ്തു എന്നതിന്റെ തെളിവ് അവർക്ക് ലഭിച്ചു. ജെറോമിനെ നേവൽ ബേസിൽ നിന്ന് എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട ജെറോമിന്റെ സുഹൃത്തു തന്നെ അക്കാര്യം പോലീസിനോട് പറയുകയും ചെയ്തു. ജെറോമിനെ ആ രാത്രിയിൽ കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് പറക്കാൻ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? അതേ ജെറോമാണ് നിരന്തരമായി ഫോണിലൂടെ മരിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പോലീസിന്റെ സംശയം അവസാനിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ജെറോമിനെ കൂടി കസ്റ്റഡിയിൽ എടുക്കണം. ഈ സമയത്ത് ജെറോം മുംബൈയിൽ നിന്ന് കൊച്ചിയിൽ മടങ്ങിയെത്തിയിരുന്നു. കൊച്ചി നേവൽ ബേസിൽ അയാളുടെ പതിവ് ഡ്യൂട്ടി ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഇവിടെ മുംബൈയിൽ മരിയ പോലീസ് കസ്റ്റഡിയിലായ കാര്യം ജെറോം അറിഞ്ഞിട്ടില്ല. കഴിവതും പരസ്പരം അധികം കോണ്ടാക്ട് ചെയ്യാതെ മുന്നോട്ട് പോകാൻ അവർ രണ്ടുപേരും കൂടി സംസാരിച്ച് ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, രണ്ടുപേരും പിടിക്കപ്പെടുമെന്നും പിടിക്കപ്പെടുന്ന സമയത്ത് പോലീസിനോട് എന്തൊക്കെ പറയണമെന്നും രണ്ടുപേരും സംസാരിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട്. രണ്ടുപേരും പറയുന്ന കഥ ഒന്നു തന്നെ ആകണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആ നിർബന്ധ ബുദ്ധി ജെറോമിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് മുംബൈയിൽ കൊണ്ടുവന്ന് രണ്ടുപേരെ 2 മുറിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴും പോലീസിന് ശരിക്കും ബോധ്യമായി. രണ്ടുപേരും പറയുന്നത് ഒരേപോലെയാണ്, ഒരു മാറ്റവുമില്ല. നീരജ് ഗ്രോവർ രാവിലെ ബെഡ്റൂമിൽ നഗ്നനായി കിടക്കുന്ന കണ്ടപ്പോൾ അവളുടെ ഫിയാൻസിയായ ജെറോം മാത്യുവിന് പെട്ടെന്ന് ദേഷ്യം വന്നതാണ്. ആ ദേഷ്യം നീരജ് ഗ്രോവറിന്റെ കൊലപാതകത്തിൽ കലാശിച്ചു. ആ കാര്യം ജെറോം മാത്യുവും മരിയും അതുപോലെ സമ്മതിച്ചു. അപ്പോഴാണ് പോലീസിന് നിർണായകമായ ചോദ്യം, ബോഡി എവിടെ? ബോഡി എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ സ്വാഭാവികമായും ജെറോമും മരിയും ബാധ്യസ്ഥരാണ്. അവർ പോലീസുമായിട്ട് ആ ബോഡി അവർ കത്തിച്ച സ്ഥലത്തെത്തി. ആ സ്ഥലത്ത് പോലീസ് എത്തുമ്പോൾ ബോഡി എന്ന് പറയാനായി ഒന്നും അവശേഷിച്ചിട്ടില്ല. അവശേഷിച്ചിരിക്കുന്നത് നീരജ് ഗ്രോവർ അണിഞ്ഞിരുന്ന ഒരു മാലയും അയാളുടെ ഷർട്ടിൽ ഘടിപ്പിച്ചിരുന്ന ചില മെറ്റൽ ബട്ടണുകളും ഒക്കെയാണ്. വേറെ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. ബാക്കി എല്ലാം കരിഞ്ഞു പോയിരിക്കുകയാണ്. പിന്നെ തലയോട്ടിയുടെ ചില ഭാഗവും എല്ലിന്റെ ചില ഭാഗമൊക്കെ ബാലൻസ് ഉണ്ട്. പക്ഷെ പോലീസ് വളരെ വിദഗ്ധമായി മറ്റൊരു കാര്യം ഇതിനിടയിൽ ചെയ്തിരുന്നു. അത് അവരുപയോഗിച്ച സാൻഡ്രോ കാറുമായി കണക്ട് ചെയ്താണ്. ആ സാൻഡ്രോ കാർ നന്നായി തുറച്ച് വൃത്തിയാക്കി അതിനുള്ള എല്ലാ തെളിവുകളും മാറ്റിയതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ ജെറോം മാത്യുവും മരിയും ആ കാറ് അവരുടെ സുഹൃത്തിന് മടക്കി കൊടുത്തത്. പക്ഷെ ആ കാറ് കസ്റ്റഡിയിലെടുത്ത പോലീസ് ആ കാറിനകത്തുനിന്ന് ചില രക്തത്തുള്ളികൾ സംഘടിപ്പിച്ചു. ആ രക്തത്തുള്ളികൾ DNA പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അസന്നിഗ്ധമായി ആ കാര്യം മനസ്സിലായി. ആ രക്തത്തുള്ളികൾ കൊല്ലപ്പെട്ട നീരജ് ഗ്രോവറിൻ്റെത് തന്നെയാണ്. ഇതേ രക്തത്തുള്ളി ആ ഫ്ളാറ്റിനകത്തു നിന്നും പോലീസ് സംഘടിപ്പിച്ചു. ഫ്ളാറ്റ് മുഴുവൻ കഴുകി വൃത്തിയാക്കിയെങ്കിലും അവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത ചില സ്പോട്ടുകളിൽ രക്തത്തുള്ളികൾ ബാലൻസ് ഉണ്ടായിരുന്നു. ആ രക്തത്തുള്ളികളുടെ DNA-യും കാറിനകത്ത് നിന്ന് കിട്ടിയ DNA-യും ഒന്നാണെന്നും പ്രൂവ് ചെയ്തതോടുകൂടി നീരജ് ഗ്രോവർ കൊല്ലപ്പെട്ടത് ആ ഫ്ളാറ്റിൽ വെച്ചാണെന്ന് പോലീസിന് അസന്നിഗ്ധമായി തെളിയിക്കാൻ പറ്റി. ഈ സംഭവം ശരിക്കും വാർത്താ പ്രാധാന്യം നേടുകയായിരുന്നു. TV ചാനലുകൾ ഈ വാർത്ത അവതരിപ്പിച്ചത് അതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ശൈലിയിലേക്കാണ്. ഒരു മനുഷ്യനെ 300 ചെറിയ കഷ്ണങ്ങളാക്കി അറുത്ത് ബാഗുകളിലാക്കി ആ ബാഗുകൾ ഉൾപ്പെടെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എന്നൊക്കെയാണ് TV ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത്. അതേ ശൈലിയിൽ സകല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഈ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് വിചാരണ ആരംഭിക്കുന്നത്. വിചാരണ അതൊരു സംഭവം തന്നെയായിരുന്നു. നീരജ് ഗ്രോവറിന്റെ കൊലപാതകത്തിൽ മരിയയ്ക്ക് ഒരു പങ്കുമില്ലെന്ന് തുടക്കം മുതൽ ജെറോം ആവർത്തിച്ചു പറയുകയാണ്. ആ വീട്ടിൽ രാവിലെ എത്തിച്ചേർന്ന ജെറോം തികച്ചും അപ്രതീക്ഷിതമായി ബെഡ്റൂമിൽ നഗ്നനായി
നീരജ് ഗ്രോവറിനെ കണ്ടപ്പോൾ ഉണ്ടായ ദേഷ്യത്തിൽ ആ കൊല നടത്തിപ്പോയതാണ്. നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം നീരജിന്റെ പേരിൽ അപ്പോൾ അയാൾക്ക് തോന്നിയെന്നാണ് ജെറോം കോടതി പറഞ്ഞത്. മരിയയെ ഒരു കാരണവശാലും ആ കേസിൽ പെടുത്തരുതെന്ന് കോടതിയിൽ വിചാരണയിൽ പങ്കെടുക്കുന്ന സമയത്ത് ജെറോം മാത്യുവിന് നിർബന്ധമുണ്ടായിരുന്നു. ജെറോം മാത്യു ശരിക്കും വിചാരണ സമയത്ത് പത്രമാധ്യമങ്ങളെയും കോടതിയിലെത്തിയ മുഴുവൻ ആളുകളെയും ഒരുപോലെ ഞെട്ടിച്ച വ്യക്തിയാണ്. ഓരോ സമയത്തും ഏതെങ്കിലും സാക്ഷിയോ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ ഭാഗമായ വക്കീലോ മരിയയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഏതെങ്കിലും കാര്യം സൂചിപ്പിക്കുമ്പോൾ ഒബ്ജക്ഷനുമായി ജെറോം എണീക്കും. ജെറോം അതിസമർത്ഥനായ ഒരു വക്കീലാകാനുള്ള എല്ലാ കപ്പാസിറ്റിയുമുള്ള ഒരാളാണെന്ന് കോടതിയിൽ ജെറോമിന്റെ ആ വിചാരണ കണ്ട സകലരും പറയാതെ പറഞ്ഞു പോവുകയാണ്. ശരിക്കും അതീവ മിടുക്കനാണ് ഈ ജെറോം മാത്യു. ജെറോം മാത്യു ആ കേസ് അയാൾ ഉദ്ദേശിച്ച ശൈലിയിലേക്ക് തന്നെ കൊണ്ടുപോവുകയായിരുന്നു. ഒരു കാരണവശാലും മരിയ ശിക്ഷിക്കപ്പെടരുതെന്ന് അയാൾക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വിചാരണയ്ക്ക് അവസാനം കോടതി വിധി പറയുമ്പോൾ ജഡ്ജി അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. ജഡ്ജി പറഞ്ഞത് ഇത് തികച്ചും അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു കാര്യമാണ്. ഇവിടെ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ 300 കഷ്ണങ്ങളായിട്ടൊന്നും ആ ബോഡി മുറിക്കപ്പെട്ടിട്ടില്ല. ബോഡി മുറിച്ചത് 6 കഷ്ണങ്ങളായിട്ടാണ്. സകലതും എക്സാഗ്രേറ്റ് ചെയ്യുന്ന ഒരു ശൈലി മാധ്യമങ്ങൾക്ക് ഉള്ളതുകൊണ്ട് മാധ്യമങ്ങൾ ഈ കേസിനെ വല്ലാതങ്ങ് എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഇവിടെ ഈ സംഭവം എവിടെയും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവ് അല്ലെങ്കിൽ കാമുകൻ അല്ലെങ്കിൽ ഫിയാൻസി അയാളുടെ കാമുകിയുടെ ഭാര്യയുടെ മുറിയിൽ നഗ്നായ ഒരു പുരുഷനെ കണ്ടാൽ ചിലപ്പോൾ ഇങ്ങനെ പ്രതികരിച്ചു പോകും. അത് തെറ്റാണോ ചോദിച്ചാൽ തെറ്റാണ്, അതുകൊണ്ട് തന്നെ ശിക്ഷ കൊടുക്കുകയും വേണം. പക്ഷേ ഇത് അക്ഷന്തീവമായ ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ ആദ്യമായി സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നോ അല്ലെങ്കിൽ സംഭവിക്കാനേ പാടില്ലാത്തൊരു കാര്യമാണോ എന്നൊന്നും പറയാൻ കഴിയത്തില്ല. ഒരു സാധാരണ സംഭവം മാത്രമാണിത്. പിന്നെ ഇവിടെ തെളിവ് നശിപ്പിക്കാനായി ബോധപൂർവമായ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് ജെറോമിന് ഒരു ശിക്ഷ കൊടുക്കുകയാണ്. ജെറോമിനെ ഈ കോടതി 10 കൊല്ലത്തെ തടവിന് ശിക്ഷിക്കുന്നു. പിന്നെ ഈ കേസിൽ ജെറോമിനൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുപ്രതിയാണ് മരിയ. മരിയയ്ക്ക് 3 കൊല്ലത്തെ തടവാണ് കോടതി വിധിക്കുന്നത്. വിചാരണ കോടതി വിധി പറയുന്ന സമയമായപ്പോൾ ഏകദേശം 3 കൊല്ലത്തെ തടവ് വിചാരണ കാലഘട്ടത്തിൽ തന്നെ മരിയ അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വിചാരണ കഴിഞ്ഞപ്പോൾ മരിയ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയായിരുന്നു. മരിയയ്ക്ക് വൻ ശിക്ഷ കിട്ടുമെന്ന് കരുതിയിരുന്ന മാധ്യമങ്ങളും നീരജ് ഗ്രോവറിന്റെ ബന്ധുക്കളൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ ഒരു വിധിയാണ് വിചാരണ കോടതിയിൽ നിന്നുണ്ടായത്. സ്വതന്ത്രയായി പുറത്തിറങ്ങിയ മരിയ ഒരു വല്ലാത്ത പ്രതിഭാസമായി മാറുന്നത് അതിനുശേഷമാണ്. മുംബൈയിൽ ജയിലിലായിരിക്കുന്ന സമയത്ത് മരിയ അവിടെ വെച്ച് അനവധി ആളുകളെ പരിചയപ്പെട്ടു. ആ പരിചയപ്പെടൽ മരിയെ എത്തിച്ചത് ശരിക്കും ക്രിമിനൽ കേസുകളുടെ ഒരു ലോകത്തേക്കാണ്. മരിയ ആ ജയിലിൽ വെച്ച് പരിചയപ്പെട്ട പരോമിത ചക്രവർത്തി എന്ന സ്ത്രീയുമായി ചേർന്ന് തട്ടിപ്പുകളുടെ ഒരു വൻ ശൃംഖല തന്നെ സൃഷ്ടിക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതിൽ ആദ്യത്തെ ഒന്ന് ഹജ്ജിന് പോകാനുള്ള ആളുകളെ പറ്റിച്ചൊരു കഥയാണ്. ഹജ്ജിന് പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് മുംബൈയിൽ നിന്ന് 17,000 രൂപയുടെ ടിക്കറ്റാണ് അന്ന് മക്കയിലേക്ക് ഉണ്ടായിരുന്നത്. ആ 17,000 രൂപയുടെ ടിക്കറ്റിന് 11,000 രൂപ മാത്രം അടച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരു സംഭവം വർക്കൗട്ട് ആവുന്നത് ഈ സമയത്താണ്. ടിക്കറ്റിന് 11,000 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം 6,000 രൂപ ലാഭമാണ്. 1000-ഓളം ആളുകളെ വിവിധ ചാർട്ടർ ഫ്ലൈറ്റുകളിലായി മക്കയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായിരുന്ന ഒരാൾക്ക് അതൊരു വലിയ സംഭവമായി തോന്നി. അയാൾ ഈ സംഘത്തിന്റെ കയ്യിലേക്ക് 11,000 രൂപ വെച്ച് അടച്ചു. അതിനുശേഷം അയാൾ ഹജ്ജിന് പോകേണ്ട ആളുകളുമായി എയർപോർട്ടിൽ എത്തുമ്പോഴാണ് അങ്ങനെ ഒരു ബുക്കിംഗ് നടന്നിട്ടില്ല എന്നത് അറിയുന്നത്. അയാൾക്ക് ലഭിച്ച ടിക്കറ്റും മറ്റ് സംവിധാനങ്ങളും ഒക്കെ വ്യാജമാണ്. ആ തട്ടിപ്പിനെ കുറിച്ച് പോലീസ് അറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം എത്തി നിന്നത് സാക്ഷാൽ മരിയയിലാണ്. മരിയയെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. മരിയ കുറച്ചു നാൾ കഴിഞ്ഞ് വീണ്ടും ജാമ്യത്തിറങ്ങുന്നു. ജാമ്യത്തിറങ്ങുന്ന മരിയ വീണ്ടും ആളുകളെ പരിചയപ്പെടുന്നു, ആളുകളെ പറ്റിക്കുന്നു, പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലാകുന്നു. അങ്ങനെ തുടർച്ചയായി മരിയ ആളുകളെ ഇങ്ങനെ പറ്റിച്ചിങ്ങനെ പോകുമ്പോൾ മരിയ അടിച്ചു മാറ്റിയ കാശ് 30 കോടിയാകുന്നത് 2022 ആയപ്പോഴാണ്. 2022 ശേഷം ആരും മരിയെ കണ്ടിട്ടേയില്ല. മരിയ ആ കാശുമായി അപ്രത്യക്ഷയായിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് മരിയയുടെ ഫിയാൻസി ആയിരുന്ന ജെറോം മാത്യു 2018 ശിക്ഷയൊക്കെ പൂർത്തീകരിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. അയാൾ വയനാട്ടിലുണ്ട്. ശരിക്കും സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ ജെറോം മാത്യു.
ഏത് ആംഗിളിലൂടെ നമ്മൾ നോക്കിയാലും ജെറോം മാത്യു ഒരു വല്ലാത്ത സംഭവം തന്നെയാണ്. കാമുകിയായ മരിയ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അവളെ കൈവിടാൻ ജെറോം മാത്യു തയ്യാറായിരുന്നില്ല. ജെറോം മാത്യു 2018 പുറത്തിറങ്ങുമ്പോഴേക്കും വീണ്ടും വീണ്ടും തട്ടിപ്പിന്റെ വലയിലേക്ക് മരിയ വീണ്ടുപോയത് കൊണ്ടാണ് ജെറോം മാത്യു പിന്നീട് മരിയയുടെ കോണ്ടാക്റ്റിലേക്ക് വരാതെ പോയത്. മരിയ ജെറോമിൽ നിന്ന് പുതിയ പുതിയ ജെറോമുകളിലേക്ക് പറന്നു കയറി ശരിക്കും ഒരു തട്ടിപ്പ് രാജ്ഞിയായി ഈ ലോകത്തെവിടെയോ സസുഖം വാഴുകയാണെന്ന് മാത്രമാണ് ഇപ്പോൾ ഇന്ത്യൻ പോലീസിന് അറിയാവുന്ന കാര്യം. എന്തായാലും മരിയപ്പോലുള്ള ആളുകൾ ഒരു സംഭവമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കഥ തീരുന്നതിന് മുമ്പ് നീരജ് ഗ്രോവറിലേക്ക് മടങ്ങി വരാം. നീരജ് ഗ്രോവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാസിനോവയാണ്. പെണ്ണുങ്ങളുടെ മനസ്സിലെ മോഹത്തെ ചൂടുപിടിപ്പിച്ച് അവരെ സ്റ്റാർട്ടപ്പിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവരെ ചതിക്കുഴിയിലേക്ക് പെടുത്തുന്ന നീരജ് ഗ്രോവർ അങ്ങനെ കഷ്ടം കഷ്ടമായി മുറിക്കപ്പെട്ടതിൽ വലിയ സങ്കടമൊന്നും ആർക്കും വേണ്ട എന്ന് സൂചിപ്പിക്കാനും കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇതുവരെ നീരജ് ഗ്രോവറിന്റെയും ജെറോം മാത്യുവിന്റെയും പിന്നെ സാക്ഷൽ മരിയയുടെയും കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.